സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം വളരെ വർഷങ്ങളായിട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ട വർഗീസ് പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായി കടന്നു വരുവാൻ കൊണ്ടു ഒരുക്കിയ സാവകാശത്തിനായ സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണപ്പ. പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കാൻ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് ഒരു സാവകാശത്തെ ഒരുക്കിയല്ലോ. ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ പോർട്ട് ബ്ലെയറിൽ നിന്ന് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുടെ ക്യാപിറ്റൽ അനുഗ്രഹീതനാകുന്ന ഒരു ദൈവദാസൻ വിറ്റ്നസിൽ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. നമുക്കറിയാം, വി വിറ്റ്നസ് മിഷണറി എക്സ്പീരിയൻസസ്, അതായത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ, മിഷൻ ഫീൽഡിലായിരിക്കുന്നവർ, അവരാണ് കൂടുതലും വിറ്റ്നസിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്നും അങ്ങനെ ഒരു ജീവിതാനുഭവം കേൾക്കുവാൻ ദൈവം നൽകിയ സാവകാശത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വർഗീസ് മാത്യു ആൻഡമാൻസ് സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ, പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. ആൻഡമാൻ നിക്കോബാർ അല്ലേ പാസ്റ്ററെ? വർഷങ്ങളായോ അവിടെയായിട്ട്? ഞാൻ 1988 മുതൽ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഓ, 88 മുതൽ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും 37 വർഷമായി അല്ലേ? അതെ അതെ, ദൈവത്തിന് സ്തോത്രം. 37 വർഷം ആൻഡമാൻസിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആരംഭം മുതലേ ആൻഡമാൻസിലായിരുന്നോ അതോ അതിനു മുമ്പ്? ഞാൻ കേരളത്തില് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സഭാപ്രവർത്തനത്തോടുള്ള ബന്ധത്തിലായിരുന്നു. ഒന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ പള്ളിക്കുട്ടമ്മ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ചങ്ങനാശ്ശേരി ഏതാണ്ട് 11 കിലോമീറ്റർ ഉണ്ട്. അവിടെയായിരുന്നു. അതിനുശേഷം വെച്ചൂച്ചിറയില് സഭാപ്രവർത്തനത്തോടുള്ള ബന്ധത്തിലായിരുന്നു. വെച്ചൂച്ചിറയിലായിരിക്കുമ്പോഴാണ് എൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാവി പ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ദൈവീയ ഭാരവും ഇൻസ്പിറേഷൻ ദൈവം തന്നത്. വെച്ചൂച്ചിറ കൂത്താട്ടുകുളം. കാരണം വെച്ചൂച്ചിറയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ റാന്നിക്കാരനാണ്. താഴോട്ടിറങ്ങുമ്പോ മടന്നോണ്ടാണ് എന്റെ സ്വദേശം, ജന്മസ്ഥലം. അത് ശരി. ദൈവത്തിന് അത് കേട്ടപ്പോൾ ഒരു വലിയ സന്തോഷം. കാരണം ആസാദിയുടെ പ്രേക്ഷകർ എപ്പോഴും പരാതി പറയും, റാന്നിക്കാരെന്ന് കേട്ടാൽ പിന്നെ പാസ്റ്റർക്ക് വലിയ സന്തോഷമാകുന്നു. നമ്മുടെ നാടൊക്കെ അല്ലേ. ഞാൻ ഈ വെച്ചുച്ചട, കുന്നം, മണ്ണടിശാല, എടമണ്ണ് തൊട്ട് എടമുറി, ഈ സ്ഥലങ്ങളിലെല്ലാം ഒത്തിരി ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു കാലത്ത് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഹൃദയമായിട്ട് വളരെ ചേർന്ന സ്ഥലങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപക്ഷെ വീട്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അറിയാമായിരിക്കും. പാസ്റ്ററെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ വീട്ടുകാരെയുമൊക്കെ, പാസ്റ്റർ ജനിച്ചു വളർന്ന കുടുംബ പശ്ചാത്തലം, പാസ്റ്റർ കുടുംബം, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷയുടെ ഒരു പശ്ചാത്തലം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി ഒരു ചുരുക്കമായിട്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയുകയാണെങ്കിൽ വലിയ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആസാദി ടിവിയുടെ പ്രേക്ഷകരെയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ യോഹന്നാൻ അവരുടെയും ഞാൻ കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ റാന്നിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ ഉള്ള മടന്തമൺ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ജന്മം മുതൽ തന്നെ എൻ്റെ മാതാപിതാക്കന്മാരുടെ മാർത്തോമ സഭയോടുള്ള ബന്ധത്തിലാണ്. എൻ്റെ രക്ഷയുടെ അനുമതി വരുന്നതിന് വരെ ആ സഭയോടുള്ള ബന്ധത്തിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 1982 ഏപ്രിൽ മാസം 5-ാം തീയതി രക്ഷകനായ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവ് കർത്താവായിട്ട് ഞാൻ സ്വീകരിച്ചത്. അവിടുന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനവും ഇപ്പോൾ ആയിരിക്കുന്ന നിലയിലോട്ടുള്ള യാത്രയുടെ ആരംഭവും. അതെ, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട്. എങ്ങനെയാണ് ഒരു രക്ഷാനുഭവം ഉണ്ടായത്, ആൻഡമാൻസിലേക്കുള്ള ആ ഒരു നിയോഗം, അതുപോലെ തന്നെ ദൈവം അല്ലേ ആൻഡമാൻസിൽ ചെന്നും വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനിടയായി തുടർന്നു.
കുടുംബമായിട്ട് അതെ പാസ്റ്റർക്ക് വലിയൊരു അനുഭവം ഉണ്ടെന്നാണ് എനിക്ക് എനിക്ക് പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ, പ്രിയപ്പെട്ടവർ പറഞ്ഞത്. അതുകൊണ്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം, ഞാൻ കേൾക്കാനിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ പാസ്റ്ററെ. ചെറിയ ഓക്കെ. പ്രായം മുതൽ പാസ്റ്റർ അനുഭവങ്ങളെല്ലാം പറയാം. ആൻഡമാൻസ് അനുഭവങ്ങളും പറയണം, മിഷണറി അനുഭവങ്ങളും പറയണം. എന്റെ ജീവിതത്തില് എന്റെ ജന്മം മുതൽ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ മാർത്തോമ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയി. എന്റെ പേരൻസ്, എന്റെ അമ്മ എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാൻ വളരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ മാരാമൺ കൺവെൻഷനിൽ ആ മണൽ തിട്ടൽ അവിടെ ഇരിക്കുമ്പോൾ എന്നെ അവിടുത്തെ മാർത്തോമ മെത്രോപോലിത്തായുടെ കയ്യിൽ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മാർത്തോമ സഭയിലെ ഒരു വികാരി അല്ല ഒരു അച്ഛനാകണം എന്നുള്ള തീരുമാനത്തോടെ എന്നെ പ്രാർത്ഥിച്ച് സമർപ്പിച്ചാണ് എൻ്റെ അമ്മ എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാൻ മാർത്തോമ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകെ യൗവന പ്രായത്തിൽ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ഉത്തരവാദിത്വത്തിലും അങ്ങനെ ഭാരവാഹിത്വത്തിലൊക്കെ മുന്നോട്ട് പോയി. എന്നാൽ എൻ്റെ 10ാം ക്ലാസ് മുതൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ എൻ്റെ 11th and 12th അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഞാൻ റാന്നിയിലാണ് ചെയ്തത്. 10ാം ക്ലാസ് മുതൽ തന്നെ ചെറുപ്പക്കാരായ ടീനേജേഴ്സ് പോകാവുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളിലും എൻ്റെ ജീവിതം എൻറ്റാങ്കിൾഡ് ആയി. പ്രീ ഡിഗ്രി വീട്ടിൽ നിന്ന് പിന്നെയും ദൂരെ 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോളേജിലായിരുന്നുകൊണ്ട് കൂടുതൽ ഫ്രീഡം കിട്ടി. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള പാവത്തിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചെറുതായിട്ടുള്ള മദ്യപാനം തുടങ്ങി. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പിന്നെ ബിയർ ഷോപ്പുകളൊക്കെ കിട്ടുന്ന വിദേശ മദ്യങ്ങളല്ല, ഞങ്ങളുടെ നാട് എന്ന് പറയുന്ന വെച്ചൂച്ചറ, അത്തിക്കയം, കുടമുരുട്ടി അല്ലെങ്കിൽ ആ പെരുന്തേനരുവി ആ ഭാഗത്ത് ഒരുപാട് വാറ്റുചാരായം ലഭിക്കുന്ന സമയങ്ങളാണ്. അല്ലെങ്കിൽ ഓരോ മാക്സിമം വീടുകളിൽ വാറ്റുചാരം ഉണ്ടാക്കി ഇങ്ങനെ വൈകുന്നേരം മുതൽ ഒരുപാട് ആളുകൾ വന്ന് കുടിച്ച് അങ്ങനെ എന്നും വഴിയിൽ തെറിവിളിയും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു പശ്ചാത്തലം എൻ്റെ ടീനേജ് പ്രായത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അതുപോലെ തന്നെ പുകവലി. പിന്നെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം തുടങ്ങിയതോടെ തന്നെ റാന്നിയിലെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു. ഒന്ന് മാമുക്കിന് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് അവിടെ, രണ്ടാമത് ഇട്ടിയപ്പാറ ജംഗ്ഷനിൽ. ഈ 2 തിയേറ്ററിലും മാറി മാറി വരുന്ന എല്ലാ ഫിലിംസും കോളേജ് കളക്ട് ചെയ്ത് കാണുകയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയം. എന്നാൽ അതേ സമയം തന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ അനുസരിച്ച് മർത്തോമയിലെ ഒരു പട്ടക്കാരനാകണമെന്നുള്ള കുടുംബത്തിന്റെ തീരുമാനവും താല്പര്യവും അതോടുകൂടെ തന്നെ അതിനുള്ള ബന്ധത്തിൽ മാർത്തോമ യുവജന സഖ്യത്തിന്റെ പ്രവർത്തനത്തിലും അതിനുശേഷം പോകെ മാർത്തോമ സെൻട്രൽ മാർത്തോമ യുവജന സഖ്യത്തിന്റെ കമ്മിറ്റി മെമ്പർ ആകിയ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ തുടങ്ങി. അവിടെ എൻ്റെ ഡിഗ്രിയുടെ 2ാമത്തെ വർഷം ആയപ്പോഴേക്കും എനിക്ക് അടുത്ത വർഷം, അതായത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ തന്നെ പട്ടത്തിന് പോകണം എന്നുള്ള കാരണത്താലും മർത്തോമ യുവജന സഖ്യത്തിന്റെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു എന്നുള്ള കാരണത്താലും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള വിമർശന ബുദ്ധിയോടുള്ള കാര്യത്തിൽ എന്താണ് ക്രിസ്ത്യാനിറ്റി, എന്താണ് എൻ്റെ ജീവിതം വർത്താണോ, ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ അതിനുവേണ്ടി അതിൻ്റെ ഉപദേശങ്ങൾ എന്താ എന്നൊക്കെയുള്ള നിലയിൽ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മർത്തോമ സഭയിലുള്ള അൽമായ ശുശ്രൂഷകരുമായിട്ട് ചില സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി ഞാൻ ചോദിക്കാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് അവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയും അവരുടെ ഉള്ളത്തിൽ സത്യമല്ലാത്ത ഒരു ചിന്ത അവരുടെ ഉള്ളത്തിലുണ്ടായത്. അതായത് എനിക്ക് എന്തോ ഒരു പെന്തക്കോസ് സഭ ചായ്വുണ്ടോ എന്നുള്ള ഒരു ചിന്തയിൽ അവരോട് പെന്തക്കോസിൽ പോകുന്ന അമേരിക്കയിൽ പോകാനായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള പരിഹാസ രീതിയിൽ അവർ സംസാരിക്കുകയും, എന്നാൽ ആ ഒരു ഉത്തരം എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത കാരണത്താൽ ഞാൻ തന്നെ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകാനുള്ള കാരണത്തിന്റെ ആരംഭം അതാണ്. ബൈബിള് വായിച്ചു പോകെ ഞാൻ അനുസരിച്ചു വന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു വന്ന മാനദണ്ഡങ്ങളിലും ബൈബിളിൽ പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ മാനദണ്ഡങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ഒരു സത്യത്തിന് വേണ്ടി ജീവിക്കാനായിട്ടുള്ള ഒരു തീരുമാനം 1981, 82 കാലഘട്ടങ്ങളിലാണ് വളരെ സജീവമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും അതിനുള്ള ഉത്തരം ഞാനായിട്ട് എനിക്കറിയാവുന്ന വിശ്വസിച്ച ചിലരോട് ചോദിക്കുകയും നേരെ മറിച്ച് അതിന് പരിഹാസ രൂപേണുള്ള മറുപടി ലഭിക്കുകയും ചെയ്ത കാരണത്താൽ ബൈബിളിൽ പഠിച്ച് മനസ്സിലാക്കുന്നതാണ് നല്ല ഉത്തരവെന്ന് മനസ്സിലാക്കി ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അതേ സമയം തന്നെ എൻ്റെ പ്രേക്ഷകർ ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ പറയുമ്പോൾ, എൻ്റെ വീട്ടിലെയും എൻ്റെ ചുറ്റുപാടിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ
പെന്തക്കോസ്തുകാര് അധകൃതരുടെ ഗ്രൂപ്പാണ്. വിദ്യാഭ്യാസം ഇല്ലാതെ കേവലം ജീവിത മാധ്യമത്തിന് വേണ്ടി മാത്രം ബൈബിൾ കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഗ്രൂപ്പാണ് പെന്തക്കോസ്തുകാരെന്നുള്ള ഒരു ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലോ ഒക്കെ പലരും പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും ആ കാരണത്താൽ തന്നെ ഒരു കാരണവശാലും മരിച്ചാലും പെന്തക്കോസ്തിൽ ഒരിക്കലും പോകല്ല എന്നുള്ള ഒരു തീരുമാനം ഒരു വശത്തും, നേരെ മറിച്ച് ബൈബിളിലെ സത്യം എന്താണ്, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു സത്യത്തിനോട് ജീവിക്കണം എന്നുള്ള ഒരു ചലഞ്ചിങ്, ഒരു വെല്ലുവിളി പോലെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് വേദപുസ്തകം തുടർച്ചയായിട്ട് വായിക്കാനും മനസ്സിലാക്കി വായിക്കാനും എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ചിന്തയോടെ മുന്നോട്ട് പോയത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഒരു ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും എൻ്റെ മർത്തോമ സഭയിലെ അൽമായ ശുശ്രൂഷകരെ മനസ്സിലാക്കുകയും എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിനോട് എൻ്റെ പെറ്റ് നെയിം എന്ന് പറഞ്ഞ അച്ചൻകുഞ്ഞെന്ന് എൻ്റെ നാട്ടിൽ അറിയപ്പെടും, വർഗീസ് മാത്യു എന്ന എൻ്റെ ഒഫീഷ്യൽ പേര്. അപ്പോൾ വീട്ടിലെ എൻ്റെ പേരൻസിനോട് പറഞ്ഞ അച്ചൻകുഞ്ഞിൻ്റെ രീതികൾ വ്യത്യാസമായിട്ട് തോന്നുന്നു, അവന് പെന്തക്കോസ്തുകാരോടാണ് കൂടുതൽ ചായ്വെന്ന് മനസ്സിലാക്കുന്നു എന്നൊക്കെയുള്ള ഒരു പറച്ചിൽ എൻ്റെ വീട്ടുകാരോട് പറയുകയും വീട്ടിൽ നിന്ന് വലിയ പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കാൻ ഇടയായി തീരുകയും ചെയ്തു. എന്നാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർന്നു വന്ന ചോദ്യങ്ങളുടെ മറുപടി ലഭിക്കാതെ അത് കൂടുതലായി ഉത്തരം കണ്ടേ പറ്റുള്ള ഒരു നിർബന്ധ ബുദ്ധി എൻ്റെ ഉള്ളത്തിലുണ്ടാകുകയും കൂടുതൽ ബൈബിൾ വായിച്ചു മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്ന ഉപദേശപരമായ കാര്യങ്ങൾ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയത്തെ കൂടുതൽ അത് സ്വാധീനിക്കാൻ ഇടയായി തീരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാസ്റ്റർ രാജൻ ബാബു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടില് അവിടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് സഭയിൽ, വ്യക്തമായിട്ട് പറഞ്ഞ ന്യൂ ഇന്ത്യ ദൈവസഭ എന്നുള്ള ഒരു സഭയിൽ ആ സമയത്ത് ട്രാൻസ്ഫർ ആയി വരികയും ഈ ദൈവദാസൻ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും എവറി ടൈം അദ്ദേഹം റോഡിൽ അവിടെ ഇവിടെ കാണുകയും അദ്ദേഹത്തെ സന്ദർഭവശത്തെ കണ്ട് മനസ്സിലാക്കുകയും പരിചയപ്പെടാൻ ഇടയായി തീരുകയും ചെയ്തു. എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഞാൻ മർത്തോമ സഭയിൽ അൽമായ ശുശ്രൂഷകരുടെ ചോദിച്ച് പരിഹാസ രൂപേണയുള്ള ഒരു ഉത്തരം ലഭിക്കുകയും ആ ഉത്തരം ലഭിക്കാതിരിക്കുന്ന കാരണത്താൽ ഈ പാസ്റ്ററോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം എന്നോട് ഓരോ ചോദ്യങ്ങളും വളരെ സംയമനത്തോടും വളരെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്ന രീതിയിൽ എന്നോട് വിവരിച്ചു പറയുകയും എന്നെ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പോകപ്പോയി ആ ഒരു വ്യക്തി ബന്ധം കുറച്ചുകൂടെ ഗാഢമായ രീതിയിൽ എനിക്ക് മുന്നോട്ട് അനുഭവപ്പെടാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് എനിക്ക് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ പാപിയാണെന്ന് മനസ്സിലാക്കുകയും ആ പാപ പരിഹാരം യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിച്ചു. തുടർന്ന് രക്ഷിക്കപ്പെടുന്ന ആള് സ്നാനപ്പെടണം എന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയതാൽ ആ പാസ്റ്റർ എന്നോട് ഒരു കാരണവശാലും പറഞ്ഞില്ല ഞാൻ സ്നാനപ്പെടണമെന്ന്. ഞാൻ അങ്ങോട്ട് ചെന്ന് ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ അദ്ദേഹത്തെ പാസ്റ്റർ നല്ല വിളിക്കുന്നത് ബൗചാൻ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ സ്ഥാപിക്കപ്പെടാനിടയായി. ബൗചാൻ എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ പ്രതികൂലങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു സ്ഥലത്ത് പോയി എന്നെ സ്നാനപ്പെടുത്തി തിരിച്ച് വന്ന് ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, എന്നെ മറച്ചു വെച്ച് എൻ്റെ പേരൻസിനോട് ഒരു കാരണവശാലും ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞില്ല. ജസ്റ്റ് മറ്റു പല ദിവസങ്ങൾ കോളേജിൽ പോകുന്ന പോലെ തന്നെ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി. എന്നാലും ഞാൻ വീട്ടിൽ തിരിച്ച് സ്നാനപ്പെട്ടിട്ടാണ് മടങ്ങി വന്ന് എങ്ങനെ ന്യൂസ് എൻ്റെ വീട്ടിൽ അറിഞ്ഞു. എന്നാൽ എൻ്റെ വേദനപ്പെട്ട ഒരു അനുഭവം, ഞാൻ ആ സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മടന്നമണ്ണിൽ നിന്ന് എൻ്റെ കോളേജിൽ എത്താനായിട്ട് 50 പൈസ, കാരണം 45 പൈസ മതി കൺസെഷൻ ടിക്കറ്റ് വൺ വേ. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് എനിക്ക് 90 പൈസ ഉണ്ടെങ്കിൽ കോളേജിൽ പോയിട്ട് വരാം. എന്നാൽ എൻ്റെ ഇത് അറിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം എനിക്ക് കോളേജിൽ പോകണം, എനിക്ക് പൈസ വേണം. ഞാൻ അച്ഛനോട് എൻ്റെ ഫാദറിനോട് ചോദിച്ചാൽ എനിക്ക് വണ്ടിക്കൂലി വേണം. എത്ര രൂപ വേണം? 5 രൂപ വേണമെന്ന് പറഞ്ഞു, ഒരാഴ്ചത്തേക്കുള്ള. 5 രൂപയിൽ 5 പൈസ നൽകിയാൻ തരത്തിൽ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പിന്നെ എൻ്റെ അമ്മ വന്നു പറഞ്ഞു, നീ ഇന്ന് മുതൽ എൻ്റെ മോനല്ല, നിന്നെ എൻ്റെ വയറ്റിൽ ഞാൻ വഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ പോലെ ഒരുത്തന് ഞാൻ ജന്മം തന്നിട്ടില്ല, ഈ വീട്ടിലെ നിനക്കിനി സ്ഥാനമില്ല. അവസാനം എൻ്റെ പ്രോപ്പർട്ടി, ഞങ്ങൾ 2 ആൺമക്കളാണ്, 5 പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരൊക്കെ പലയിടത്തായിട്ട് കെട്ടിച്ചുകൂടി. ആ സമയത്ത് കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയുള്ള ക്രമീകരണം വീട്ടിലുണ്ട്. എൻ്റെ പ്രോപ്പർട്ടീസ് ഞങ്ങൾ 2 ആണുങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ നോർമലി ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് അങ്ങനെ. അവസാനം എൻ്റെ പേരൻസ് പറയും, നിനക്ക് ഈ വീട്ടിൽ നിന്ന്
ഒരു പിടി മണ്ണ് പോലും തരാനില്ല, നീ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത് 82 ഏപ്രിൽ ഓൾമോസ്റ്റ് ആ സമയത്താണ്. വണ്ടിക്കൂലി തരാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും തരാൻ പറ്റത്തില്ല, 5 രൂപ പോലും ഇവിടെ തരാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി വേദനപ്പെടുന്ന രീതിയിലുള്ള റിപ്ലൈ ആണ് എൻ്റെ പേരൻസിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ ഇടയായിത്തീർന്നത്. എനിവേ 1982 ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു. അതിനടുത്ത വർഷം പഠിക്കാനുണ്ട്. എൻ്റെ കുറച്ച് സമയങ്ങൾ ഞാൻ എൻ്റെ മദറിൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് തെക്കേമല, കോഴഞ്ചേരി തെക്കേമല, പുന്നക്കാട് ഭാഗങ്ങളുണ്ട്. ഞാൻ അവിടെ പോയി നിൽക്കും, അടുത്ത ദിവസം കോളേജ് വരും. പിന്നെ ഇങ്ങനെ വളരെ അപൂർവമായിട്ട് വീട്ടിൽ പോകും, കാരണം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ വണ്ടിക്കൂലി വേണം. അതുകൊണ്ട് അങ്ങനെ വന്നും പോയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിച്ച് സംഭവം എങ്ങനെയോ ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. എന്നാൽ കോളേജിലെ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള കൺവിക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ കർണാടക ബെല്ലാരി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഓർത്തോപീഡിക് എഞ്ചിനീയറിങ്ങിന് എനിക്ക് അഡ്മിഷൻ ക്രമീകരിച്ചു. അവിടെ പോകണം, ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവിടെ പോകണം, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ സുവിശേഷം കാരണം ഞാൻ ഏത് രീതിയിലാണ് ജീവിച്ചതെന്നും എൻ്റെ ജീവിതം എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായിരുന്നു എന്നും എനിക്കറിയാം. ആ കാരണത്താൽ തന്നെ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഒരു ആത്മാവിന്റെ വേല എത്രമാത്രം അധികമാണെന്ന് മനസ്സിലാക്കിയുകൊണ്ട് എൻ്റെ ഹൃദയ കർത്താവിന് വേല ചെയ്യുക എന്നുള്ള ഒരു വ്യക്തത എൻ്റെ ഹൃദയത്തിലുണ്ടായി. എന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാം, റാന്നി ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങി നിന്നാൽ ബസ് സ്റ്റാൻഡിലെ സാധാരണ യാത്രക്കാരേക്കാൾ കൂടുതലായിട്ട് പാസ്റ്റർമാരാ. നിങ്ങൾക്കറിയാം, കോഴഞ്ചേരി, റാന്നി ഒക്കെ ഇറങ്ങി നിന്നാൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആളുടെ ഇടയിൽ അവരിൽ ഒരാളായിട്ട് തീരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതേസമയം സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കണം എന്നുള്ള താല്പര്യമാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഡിഗ്രി കംപ്ലീറ്റ് ആയി. കോളേജിൽ എൻ്റെ വിദ്യാഭ്യാസത്തിലും ഞാൻ പറഞ്ഞല്ലോ, കോളേജിലെ ഉദയ തിയേറ്റർ ഉണ്ട്, മൗണ്ട് തിയേറ്റർ ഉണ്ട്. റാന്നിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ സ്ഥിരം സന്ദർശനായിരുന്നു. അവിടുത്തെ ഒരു ഫിലിം പോലും വിടാതെ, ഒരു ഫിലിം തന്നെ 4-5 പ്രാവശ്യം തന്നെ മാറി മാറി കണ്ട് അങ്ങനെ ജീവിച്ചൊരു സമയമാണ് എൻ്റെ കോഴഞ്ചേരി കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, കർത്താവിന്റെ വേല ചെയ്യണം. അതേസമയം ഡിഗ്രി കഴിച്ച ഉടനെ തന്നെ ഞാൻ മണക്കാല ബൈബിൾ കോളേജിൽ ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ അവിടുത്തെ ഞങ്ങൾ BTH അവിടെ അഡ്മിഷൻ എടുത്തു. അങ്ങനെ അവിടെ BTH പഠിച്ചുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾ 5 ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നു ഈ BTH ചേർന്ന്. ആ സമയത്ത് അവിടെ BD കോഴ്സ് ആരംഭിക്കാനായിട്ടുള്ള പാസ്റ്റർ TG കോശിച്ചാനും അതിൻ്റെ മറ്റുള്ള ആളുകളും സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ BD കോഴ്സ് ആരംഭിക്കണമെന്നുള്ള തൻ്റെ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ എന്നോട് കൂടെ ഇപ്പം മറ്റു പലയിടത്തും ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന ഇപ്പോഴത്തെ അധ്യാപകരും, എറണാകുളത്തെ ഷാരോൺ ഫെലോഷിപ്പിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ എഡിസൺ, ചെറിയാൻ മാത്യു, ഇമ്മാനുവേൽ PG ഇപ്പം IPC ബൈബിൾ കോളേജിലെ അധ്യാപകനാണ്. ഇവരെല്ലാം ചേർന്ന് ഞങ്ങളുടെ 5 ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ വൈ കാൻ വി ഗോ ഫോർ BD ഡയറക്ട്ലി എന്നുള്ള ഒരു ചിന്ത അവിടുത്തെ കോശിച്ചാനോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 5 പേര് BTH കോഴ്സിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ബാച്ച് മണക്കാല BDയുടെ ഫസ്റ്റ് ബാച്ചായിട്ട് ഞങ്ങൾ 5 പേര് പഠിക്കാനായിട്ട് തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുടർന്ന് കർത്താവിന്റെ വേല ചെയ്യാനും ആ BDയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതെന്റെ ഒരു ചിന്താഗതിയുടെ ഇതിലുണ്ടായിരുന്ന കാരണത്താലാണ്. എന്നെ ദൈവം വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു അനുഭവത്തിൽ അന്ന് കോളേജിൽ BD കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന തിയോളജിക്കൽ സബ്ജക്ട്സ് ആയിരിക്കും എനിക്കത് അത്രമാത്രം അത്യാവശ്യകത ഇല്ല എന്നൊരു ചിന്ത. അത് പക്വത അല്ലായിരുന്നു എന്നുള്ള കാരണം ഞാനിപ്പോൾ പറയുന്നില്ല, എൻ്റെ ഹൃദയത്തിലുണ്ടാകുകയും അന്നത്തെ BD കോഴ്സിന്റെ കോഴ്സസ് ഒക്കെ ചെയ്ത് അതല്ല എൻ്റെ അനുഭവം ഒന്ന് മനസ്സിലാക്കി ഞാൻ സ്റ്റേറ്റ് അവേ പാസ്റ്റർ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ സമയത്ത് ഉൾപ്പെട്ടിരുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഒരു ബ്രാഞ്ച് വർക്കായിട്ട് പള്ളിക്കുട്ടമ്മ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ചർച്ച പ്രവർത്തനത്തിലുള്ള ബന്ധത്തിൽ പോയി അവിടെ ചില വർഷങ്ങളെ ശുശ്രൂഷന് ശേഷം ഞാൻ വെച്ചൂച്ചിറയിലെ ട്രാൻസ്ഫർ ആയി. അവിടെ വന്ന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈ കാണ്ട് ഐ ഗോ സംവെയർ വെയർ ഗോസ്പൽ ഈസ് നോട്ട് ഐറ്റ് റീച്ച്ഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ ഹൃദയത്തിൽ. സുവിശേഷം ഒരിക്കൽ പോലും എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് പോയിക്കൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഹൃദയത്തിലുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാസ്റ്റർ ജെയിംസ് റാം
BTH ഫൈനൽ ഇയറിൽ മണക്കളായി പഠിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൽ നിന്നും നേപ്പാളിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇടയായി തീർന്നു. അതേ സമയത്ത് എൻ്റെ മടന്നമണിൽ നിന്നും ഭൂട്ടാനിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളിൽ നിന്ന് ഭൂട്ടാനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു അവലോകനം ലഭിച്ചു. ആ സമയത്ത് തന്നെയാണ് റാന്നിയിൽ നെല്ലിക്കൽ ജോയിച്ചാൻ എന്ന് പറഞ്ഞ ഒരു മാന്യനായ ഒരാളുണ്ട്. അദ്ദേഹം പെന്തക്കോസ്തുകാരനല്ല. അദ്ദേഹം അന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഫോറസ്റ്റ് കൂപ്പ് എടുത്തിട്ട് അത് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാർട്ണറിൽ നിന്നുമാണ് ഞാൻ ആൻഡമാൻസിനെ കുറിച്ച് ആ സമയത്ത് കേൾക്കാൻ ഇടയായിത്തീർന്നു. ഈ 3 സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് നേപ്പാളോ ഭൂട്ടാനോ അവിടെ പോകാനുള്ള ഒരു ആന്തരിക പ്രേരണയെക്കാളും ശക്തമായിട്ടുള്ള ഒരു ദൈവീയ പ്രേരണയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ച് എനിക്ക് ലഭിച്ചത്. എന്നാൽ എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. ഇതാണ് എൻ്റെ അതുവരെയുള്ള ഒരു മാനസാന്തരവും അതിനുള്ള ബന്ധത്തിലുള്ള ഒരു അനുഭവങ്ങളും. അതെ പാസ്റ്റർ, 3 സ്ഥലങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു അല്ലേ? ഭൂട്ടാനും നേപ്പാളും ആൻഡമാനും. ഇത് 3ഉം പിന്നെ വളരെ എക്സ്ട്രീമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നേപ്പാളും ഭൂട്ടാനും ഒക്കെ ഇന്ത്യ വിട്ട് പുറത്തേക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആൻഡമാൻ ഒരു നിയോഗം ലഭിച്ചിട്ട് പാസ്റ്റർ, എന്നാൽ അതിനു മുമ്പേ കുറെ കേരളത്തിൽ അല്ലേ? ആ അനുഭവങ്ങൾ കൂടെ ഒക്കെ എന്ത് പറയാമോ? കേരളത്തിലെ ശുശ്രൂഷ അനുഭവങ്ങളെ കുറിച്ച്. ഞാൻ ജനിച്ചു വളർന്ന ആ ലാൻഡ് സ്ട്രക്ചറും ജീവിത രീതികളുമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം. എല്ലായിടത്തും ചെറിയ വള്ളത്തിൽ പോകണം, ചെറിയ വള്ളത്തിൽ ഒരാൾ കയറിയാൽ മറിഞ്ഞു പോകും, അത്ര ബാലൻസ് ഇല്ല. അങ്ങനെ ഒരു അനുഭവം തന്നെ. അവിടുന്ന് ഒരുപാട് ഗ്രാമങ്ങളിൽ പോകാനും ഒരുപാട് ആളുകളെ ദൈവത്തിന്റെ സ്നേഹം അറിയിക്കാനും ഒക്കെ വളരെ ഒരു അപ്പനും മക്കളും എന്നുള്ളൊരു ബന്ധം പോലെ അവിടുത്തെ സഭാ ശുശ്രൂഷയിൽ എനിക്ക് വിശ്വാസികളുമായിട്ട് ഇടപെടാനൊക്കെ ആയിട്ടുള്ള അനുഭവം ഉണ്ടായി. അതിനുശേഷമാണ് വെച്ചൂച്ചിറയിൽ ഉള്ള ട്രാൻസ്ഫറായി അവിടെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആൻഡമാൻസിൽ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായി. എൻ്റെ സഭാ നേതൃത്വത്തോട് ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചു. എന്നാൽ ഒന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രതികൂലം അനുഭവിച്ചുകൊണ്ടിരുന്നു. അത് എൻ്റെ സഭാ നേതൃത്വത്തിന് അറിയാം. രണ്ടാമത്തെ കാര്യം, അന്ന് ആ സഭാ നേതൃത്വത്തിന് ആൻഡമാൻസിൽ യാതൊരു പ്രവർത്തനവുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്നെ നിരുത്സാഹപ്പെടുത്തി. ആ സമയങ്ങളിൽ ഔറംഗാബാദിൽ ഒരു ലാർജ് ചർച്ചുണ്ട്. അവിടുത്തെ പാസ്റ്റർ മരിച്ചുപോയി. അപ്പൊ എൻ്റെ സഭാ നേതൃത്വം എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഇപ്പോൾ ആൻഡമാൻസിൽ പോകണ്ട, ഔറംഗാബാദിൽ ഒരു നല്ല പ്രവർത്തനമുണ്ട്, സഭയുണ്ട്, നീ അവിടെ പോയി ആ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. നേതൃത്വത്തെ ധിക്കരിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുന്ന ഒരു നല്ല മാതൃക അല്ല. ആ കാരണത്തെ ശരി എന്ന് പറഞ്ഞ് ഞാൻ വെച്ചൂച്ചിറയിൽ ഞാൻ താമസിച്ചുകൊണ്ട് പാഴ്സലെ തിരിച്ചു വന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. അതൊരു 2 ആഴ്ച അങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ സഭാ നേതൃത്വം എന്നോട് പറഞ്ഞു ഔറംഗാബാദിൽ പോകണമെന്ന് പറഞ്ഞു, ആൻഡമാൻസിൽ പോകണ്ടെന്ന് പറഞ്ഞു. ശരി എന്ന് ഞാൻ എഗ്രി ചെയ്തിട്ട് എൻ്റെ പാഴ്സണേജ് വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു 2 ആഴ്ച എനിക്ക് ഒരു കാരണവശാലും എനിക്ക് സമാധാനം, അതുപോലെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം എന്നൊക്കെ പറയുന്ന ആ സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് ഞാൻ ആ വെച്ചൂച്ചിറ എൻ്റെ പാഴ്സലിൽ എനിക്ക് അങ്ങനെ ഗ്യാസോ കണക്ഷനോ ഒന്നുമില്ല. വിറക് കൊണ്ടാണ് ഞങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഉണങ്ങിയ റബ്ബറിന്റെ കമ്പ് വെട്ടി വിറകാക്കാനായിട്ട് റബ്ബറെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു, ഐ വാണ്ട് യു ടു ഒബേ മീ റാദർ ദാൻ മാൻ. മനുഷ്യനെ കാളും നീ എന്നെ അനുസരിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ദൈവിക ഒരു വെരി ക്ലിയർ ഇൻസ്പിറേഷൻ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. അങ്ങനെ വിറക് ഒടിച്ചോണ്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കിച്ചണിൽ വിറക് വെച്ചു. ഇതെന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പം അത് ദൈവം പറയുന്നത് ദൈവത്തെ അനുസരിക്കും മനുഷ്യനേക്കാൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എഗൈൻ ഞാൻ ചർച്ചിന്റെ ഹെഡ്ക്വാർട്ടറിൽ പോയി. ഞാൻ അവിടെ പറഞ്ഞു, അവിടുത്തെ ദൈവദാസനോട് പറഞ്ഞു, ദൈവാത്മാവ് എന്നെ വളരെ വ്യക്തമായിട്ട് ആൻഡമാൻസിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്, അതുകൊണ്ട് സോറി, ഞാൻ ഔറംഗാബാദിലോട്ട് പോകുന്നില്ല, ക്ഷമിക്കണം, എന്നെ പ്രാർത്ഥിച്ച് ആൻഡമാൻസിൽ വിടണം. അപ്പൊ അവരുടെ പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചത് വളരെ വ്യത്യസ്തമായിട്ട്, വളരെ ഒരു ദേഷ്യപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ഗോ ദെയർ യു ഗോ, ബട്ട് ദാറ്റ് വോണ്ട് ബി അവർ മിനിസ്റ്റർ ആൻഡ് വി വോണ്ട് ബി ഏബിൾ ടു സപ്പോർട്ട് യു. നീ പോകുന്നെങ്കിൽ പോകോ, അത് ഞങ്ങളുടെ പ്രവർത്തനം ആയിരിക്കത്തില്ല, നിന്നെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിൻപറ്റിയ എൻ്റെ മാതൃസഭ അതാണ് എൻ്റെ എല്ലാം. കാരണം വീട്ടിൽ നിന്ന് എനിക്കൊരു സ്ഥാനമില്ല. വീട്ടിൽ നിന്ന് എന്നെ അമ്മ പറഞ്ഞ് നീ എൻ്റെ മോനല്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക്
എൻ്റെ ജീവിതം മുഴുവനായിട്ട് കൂടി തന്നെ ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും എന്നെ ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഭാ നേതൃത്വത്തെ ഞാൻ വിശ്വസിച്ചു. അവർ പറഞ്ഞു ദാറ്റ് വോണ്ട് ബി അവർ മിനിസ്ട്രി ആൻഡ് വി വോണ്ട് ബി ഏബിൾ ടു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഐ ആം ലെഫ്റ്റ് ഇൻ നോവെയർ എന്നുള്ളൊരു ഞാൻ അനാഥമാക്കപ്പെട്ട പോലെ എനിക്ക് മനസ്സിലായി തീർന്നു. എന്നാൽ അന്ന് ആൻഡമാൻസിലെ ഫോറസ്റ്റ് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ആണ്. അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ആൻഡമാൻസിൽ വരിക എന്ന് പറഞ്ഞു. സഭാ നേതൃത്വം പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ഞങ്ങളുടെ പ്രവർത്തനമല്ല എന്ന് പറഞ്ഞു. സോ ഞാൻ എന്ത് ചെയ്യും, എവിടെ പോയി, എങ്ങനെ ചെയ്യും, എനിക്ക് യാതൊരു അറിവും ഇല്ലാതെ ഞാൻ വളരെ വേദനപ്പെടുന്ന അനുഭവം ഉണ്ടായി. എനിവേ, ദൈവം അബ്രഹാമിന്റെ ദൈവം എന്ന് ബൈബിളിൽ പറയുന്നത് നമ്മൾ വിശ്വസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. ബട്ട് ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവനോടുണ്ടെങ്കിൽ ദൈവം എന്നെ പുലർത്തുക എന്നുള്ള ഒറ്റ ഒരു വിശ്വാസം മാത്രം എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസം. അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവനോടുണ്ടെങ്കിൽ ആ ദൈവം എന്നെ പുലർത്തും എന്നും അതേ വിശ്വാസത്തിൽ ഞാൻ തീരുമാനിച്ചു. അപ്പൊ അന്ന് ആൻഡമാൻസിൽ ഈ ഫോറസ്റ്റ് കൂപ്പ് എടുത്തുകൊണ്ടിരുന്ന ആ അച്ചായന് ആ ദിവസങ്ങൾ ആൻഡമാൻസിൽ നിന്ന് കേരളത്തിൽ വന്നതിന് ശേഷം മടങ്ങി പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനും വരികയാണ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. ബട്ട് അദ്ദേഹത്തിന്റെ ഭാവമേ മാറി. അദ്ദേഹം ചിന്തിച്ച് കാണാം, എന്നോട് പറഞ്ഞില്ല, ഇവൻ എനിക്കൊരു ബാധ്യതയാകുമോ എന്ന് ചിന്തിച്ച് കാണാം. അദ്ദേഹം പറഞ്ഞു ശരി, നിങ്ങൾ മദ്രാസ് നേരെ ലോഡ്ജിൽ താമസിക്കുക, അവിടുന്ന് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഓഫീസിൽ പോയി ടിക്കറ്റ് എടുക്കാം, ഞാൻ ഫ്ലൈറ്റിന് പോവാ എന്ന് പറയുന്നത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം മദ്രാസ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ കേരളത്തിന് വെളിയിൽ കേവലം കർണാടക, തമിഴ്നാട് 8ാം ക്ലാസ്സിൽ പഠിക്കുക എക്സ്കർഷൻ പോയതല്ല. ഞാനിത് എങ്ങും ഔട്ട് ഓഫ് കേരള പോയിട്ടേ ഇല്ല, എനിക്കറിയത്തില്ല. ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ വിഷണനായിട്ട് നിൽക്കുകയാണ്. അവസാനം ആളോട് ചോദിച്ച് ചെറിയൊരു ലോഡ്ജിൽ ഞാൻ പോയിട്ട് താമസം ആരംഭിച്ചു. അവിടുന്ന് ആളോട് ചോദിച്ചു എവിടുന്നാ ടിക്കറ്റ് എടുക്കുന്നത്, എങ്ങനെ. അവിടെ ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ ചെന്നൈയിലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലെ മണ്ണിൽ കിടന്നു. കാരണം അതുപോലെ ഷിപ്പ് ടിക്കറ്റിന് ഡിമാൻഡാണ്. ഞാൻ മാത്രമല്ല, ആളുകൾ സാധാരണ ബങ്ക് ക്ലാസ് ടിക്കറ്റ് താണ് ടിക്കറ്റ് എടുക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ അവിടെ കിടന്ന് മൈസൂർ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കും. അന്ന് 86 രൂപ 10 പൈസയാണ് ഒരു ബങ്ക് ക്ലാസ് ടിക്കറ്റിന്റെ വില. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് അക്ബർ എന്ന് പറഞ്ഞ ഒരു കപ്പലും വേറെ ഏതാണ്ട് ഒരു കപ്പൽ കൽക്കട്ട റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്നത്. ചെന്നൈ ആൻഡമാൻ റൂട്ടിൽ സൗദി അറേബ്യയിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് അവിടെ ഫെറി ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന 2 കപ്പൽ, നജറ്റ് 1, നജറ്റ് 2 എന്ന ഈ 2 കപ്പലാണ് ഓടിക്കൊണ്ടിരുന്നത്. അതിന് ടിക്കറ്റ് കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ ഒരാഴ്ചയോളം ആ മണ്ണിൽ അണ്ണാശാലയിലെ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഓഫീസിൽ കിടന്ന് അവസാനം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ടിക്കറ്റ് 86 രൂപ 10 പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ആ സമയത്തെല്ലാം ഞാൻ ഒരു ദിവസം മാത്രം ഒരു പ്രാവശ്യം മാത്രം ആഹാരം കഴിക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് പൈസ കിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടുകാരനായിരിക്കുന്ന എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിനോട് 400 രൂപ കടം വാങ്ങിച്ചു. എനിവേ, ഞാൻ ഈ കേൾക്കുന്നവരോട് കടം വാങ്ങുന്നത് തെറ്റാണ്, പക്ഷെ എനിക്ക് അത്ര മാത്രമുള്ള വിശ്വാസം ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ കടം മേടിച്ചു. ദൈവം അത്ഭുതമായിട്ട് തരട്ടെ എന്ന് കാത്തിരിക്കാനുള്ള ഒരു മാനസിക ക്ഷമ എനിക്കില്ലായിരുന്നതുകൊണ്ട് കടം മേടിച്ചു. ഈ 400 രൂപ ഉണ്ട് 80 79 രൂപ ട്രെയിനായി. ബാക്കിയുള്ള 86 രൂപ 10 പൈസ കപ്പലിന് ടിക്കറ്റ് എടുത്തു. ബാക്കിയുള്ളതുകൊണ്ട് ഒരു നേരം ചെന്നൈയിലെ ഷാപ്പാട് കേരളത്തിൽ കഴിക്കും. നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നവരാ. അവിടെ ലിമിറ്റഡ് ഫുഡാ, ഒരു ചെറിയ ബോളിനകത്ത് കിട്ടും. വയറ് നിറഞ്ഞാൽ പിന്നെ എക്സ്ട്രാ മീൽ, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ ചെറിയ ബോളിനകത്ത് കിട്ടുന്ന റൈസ് ബാക്കി മുഴുവൻ വലിയ ട്രംബ്ലറിനകത്ത് വെള്ളം കുടിച്ച് വയറ് നിറച്ചുകൊണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു കപ്പലിൽ കയറി. സെയിം ടീം കപ്പലിലെ 1 or 2 ദിവസം കൂടുമ്പോൾ ഒരു ചായ അല്ലെങ്കിൽ ഒരു മീൽ കഴിക്കും. 5ാമത്തെ ദിവസം പോൾബർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ പോൾബർ എനിക്ക് അറിയത്തില്ല എവിടെയാണ് എങ്ങനെയാന്ന്. 5ാമത്തെ ദിവസം അന്ന് കപ്പൽ എത്തുന്നത് പോൾബർ. ഞാനവിടെ പോൾബർ എനിക്ക് ഇറങ്ങണ്ടേ. എനിക്ക് നെല്ലിക്കൽ കമ്പനി ലിറ്റിൽ ആൻഡമാൻ എന്ന ചെറിയൊരു തുണ്ട്, ഇത്രയും സൈസിലുള്ള ഒരു തുണ്ട് പേപ്പറിൽ ഇത്രയും നെല്ലിക്കൽ കമ്പനി ലിറ്റിൽ ആൻഡമാൻ. ഞാൻ ഓർത്ത അവിടെയാണ് ഷിപ്പ് വരുന്നത്, അവിടെ ഞാൻ ഇറങ്ങാൻ പോകുന്നത്. ഷിപ്പിനകത്ത് ആളുകളോട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇതെവിടെയാ ചോദിച്ചു. ഇതിവിടെയല്ല, ഇനിയും വേറൊരു കപ്പൽ കയറി വേറൊരു സ്ഥലത്ത് പോകണം. അയ്യോ, ഞാൻ അവിടെ തന്നെ ദഹിച്ചു പോയല്ലോ എനിക്ക് തോന്നി. അവിടുന്ന് ആളുകളോട് ചോദിച്ച് അവരെന്നെ എഗെയിൻ ഒരു ചെറിയ മലയാളിയുടെ ഓണർഷിപ്പിലുള്ള ചെറിയൊരു ലോഡ്ജ് കൊണ്ടാക്കി. അപ്പൊ അവിടെ പറഞ്ഞ് ശരി, അങ്ങനെ നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ ഇന്ന ആളോട് സംസാരിച്ചാൽ മതി, അവര് നിങ്ങളെ കയറ്റി വിടുന്നു, കപ്പലെ കയറ്റി വിടുന്നൊക്കെ പറഞ്ഞു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിന്റെ അരികിൽ ഞാൻ ഇതുപോലെ അത് വീട് എഴുന്നേറ്റ് പോകുന്നു. അതുപോലെ കാരണം ഒരാഴ്ചയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതെ വന്ന് അങ്ങനെ കിടന്ന് അവിടെ പോകുന്നു. അവരും നിങ്ങൾ ഏത് സഭയില, ആരാ നിങ്ങളെ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ വന്നതാണ്. അവർ പ്രതീക്ഷിച്ച് അവരുടെ സഭ അല്ലാത്തതുകൊണ്ട് അവരുടെ മനോഭാവം വളരെ വ്യത്യാസമായി. എനിവേ അവരെൻ്റെ
അവരുടെ ജീപ്പ് എന്നെ ഹോട്ടലിൽ ലോഡ്ജ് കൊണ്ടാക്കി അവരവിടുന്ന് വിട്ട് കളഞ്ഞു. നിങ്ങൾ ഇന്നടത്ത് പോയ ഇന്ന സ്ഥലത്ത് പോകുന്ന ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അവിടുന്ന് ദേ ഹാവ് ജസ്റ്റ് ഡിസപ്പിയർഡ്. അവിടുന്ന് പിന്നെയും ഒരാഴ്ച എടുത്ത് അടുത്ത കപ്പലെ കിട്ടാൻ. അടുത്ത കപ്പലെ കയറി. ഓൾമോസ്റ്റ് ഐ വാസ് ഡെഡ് വൺ ഐ റീച്ച് ലിറ്റിൽ ആൻഡമാൻ. അവിടെ ഈ പറഞ്ഞ കമ്പനിയുടെ അഡ്രസ്സിൽ തേടി പിടിച്ച് അവിടെ ചെന്നു. അതിന്റെ ഒറിജിനൽ ഓണർ ഞാൻ പറഞ്ഞില്ല, ഐത്തലക്കാരൻ, റാന്നി ഐത്തലക്കാരൻ ഒരു അച്ഛനാണ്, നെല്ലിക്കല ചോദിച്ചാണ് ഞങ്ങൾ വിളിക്കും. വളരെ അതേ ബന്ധുക്കോസുകാരനൊന്നും അല്ല, പക്ഷെ എനിക്ക് വലിയ ആശ്വാസം പാർന്ന ഒരാളാണ് നെല്ലിക്കല ചോദിച്ചാൽ. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ണർ അദ്ദേഹത്തിന് ഞാൻ ബാധ്യതയായി തീർന്നത് വിചാരിച്ചാണ്. ഹി വാസ് ജസ്റ്റ് ഡിസപ്പിയർഡ് അഗെയിൻ. അദ്ദേഹത്തിന്റെ കൂടെ 2-3 ദിവസം താമസിച്ചു. അദ്ദേഹം എനിക്ക് ആഹാരം തന്നു, കിടക്കാനുള്ള സംവിധാനം തന്നു. അവിടെ ചെന്ന് ഈ 400 രൂപയുടെ ബാലൻസ്, 2 രൂപ 70 പൈസയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 400 രൂപയുടെ കടം മേടിച്ച ബാലൻസ് ആൻഡമാൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് 2 രൂപ 70 പൈസ. അതുകൊണ്ട് ഞാൻ ചെന്ന സ്ഥലത്ത് നിന്ന് ഹഡ്ബേ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയും, ആ സ്ഥലത്ത് നിന്ന് 28 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ അഡ്വാൻസ് കൊടുത്തു. ഒരാഴ്ച അവിടെ നിന്നതിന് ശേഷം ജോയിച്ചാനോട് അല്പം പൈസ മേടിച്ചാൽ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ പോയപ്പോൾ ആൻഡമാൻസ് എവിടെ എങ്ങനെ പോകണമെന്നൊക്കെ ഏകദേശം ഐഡിയ കിട്ടി. നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയും അന്ന് 8 മാസം കൊണ്ട് എൻ്റെ മൂത്ത മകൾക്ക് അവരെ 2 പേരെയും കൂട്ടി അഗൈൻ സെയിം രീതിയിലുള്ള യാത്ര ചെയ്ത് ഞാൻ തിരിച്ച് ലിറ്റിൽ ആൻഡമാൻ 2ാമത്തെ പ്രാവശ്യം ഇറങ്ങി. അതാണ് ആൻഡമാൻസിലുള്ള പ്രവർത്തനം. ഞങ്ങൾ ആൻഡമാൻസിൽ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത്. വളരെ ലിറ്റിൽ ആൻഡമാനിലേക്കുള്ള യാത്ര തന്നെ വളരെ ദുഷ്കരമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഞാൻ ആളുകളെ കണ്ടിട്ടോ, അവര് ഛർദിച്ച് അവസാനം പലരും അബോധാവസ്ഥയില്ല കപ്പൽ ഇറങ്ങുന്ന, ചെന്നൈ നോക്കി കയറി. അങ്ങനെ തന്നെ ഞാനും അനേകരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ. കപ്പൽ ഒരുപാട് മാറി. അതെ, 2 രൂപ 70 പൈസയും കൊണ്ടാണ് ആൻഡമാനിൽ എത്തിയത്. അതെ, ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഈ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരുടെ ജീവിതാനുഭവങ്ങൾ പഠിച്ചാൽ അവരുടെയൊക്കെ ആരംഭത്തിൽ അവർ കൊടുത്ത ഒരു വലിയ വിലയുണ്ട്. പലപ്പോഴും ഈ പുറത്തുനിന്ന് നോക്കുന്നവർ പറയും, ഇവർ പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നമ്മളെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നത്. അതായത് വിദേശത്തു നിന്ന് ഫണ്ടുണ്ട്, പക്ഷേ മുണ്ടു മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്ന് ഈ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വേല, നഷ്ടപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു വേദനയല്ലാതെ എന്തോ നമുക്ക് കൈമുതലുള്ളത് അല്ലേ? നമുക്കുള്ള ഒരു ക്യാപിറ്റൽ, ഒരു മൂലധനമെന്ന് പറയുന്നത് ആത്മാക്കളെക്കുറിച്ചുള്ള നൊമ്പരമാണ്. പക്ഷേ മറ്റനുഭവങ്ങളും പറയാം കേട്ടോ. അതായത് ആൻഡമാനിൽ ചെന്ന് എങ്ങനെ പിന്നെ വേല മുൻപോട്ട് പ്രൊസീഡായി, ആത്മാക്കൾ ലഭിച്ചത്, അതുപോലെ ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവൃത്തികൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ പറയാം, കേൾക്കാൻ റെഡിയാ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലേഷ്യയുടെ ഇടത്ത് ഭാഗത്തായിട്ട് ബർമയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയ്ക്കായിട്ട് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇവിടെ 572 ദ്വീപുകളാണ് മൊത്തത്തിലുള്ളത്. ഇന്തോനേഷ്യ മുതൽ ബർമ വരെ, അല്ലെങ്കിൽ ബർമ ടു ഇന്തോനേഷ്യ ഇടയിൽ കിടക്കുന്ന ചെറിയ ചെറിയ കുത്തുകൾ പോലെ കാണാവുന്ന 572 ദ്വീപുകളാണ് മൊത്തമുള്ളത്. അതിൽ 38 ദ്വീപുകളാണ് ആൾപ്പാർപ്പുള്ളത്. ഇനി ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ 6 അബോറിജിനൽസ് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അവരിഷ്ടരായിട്ടുള്ള 6 ജനങ്ങളാണുള്ളത്. അത് 2 ഗ്രൂപ്പ് വിഭാഗങ്ങൾ, മംഗോളിയൻസ്, ബർമീസ് പോലെ ഇരിക്കും, വെളുത്ത ഒരു ബർമക്കാരനെ കാണുന്ന പോലെ. അതായത് ബർമീസ് ഒറിജിൻ ആണ് അവരുടെ 2 മംഗോളിയൻ ആദിവാസികൾ. അത് ഒന്ന് ഗ്രേറ്റ് ആൻഡ് ഷോംബൻ എന്ന് പറയും, ഒരു മംഗോളിയൻ വംശജര്. രണ്ടാമത്തെ നിക്കോബാറികൾ എന്ന് പറയും, വെളുത്ത നിറമുള്ള തൊലിയുള്ള ബർമീസ് അബോറിജിനൽസ് ആണ്. ഒന്ന് ഷോംബൻ, രണ്ടാമത്തേത് ആൻഡമാനീസ്. അതല്ലാതെ തന്നെ 4 നീഗ്രോ വംശക്കാരുണ്ട്. 4 നീഗ്രോ വംശക്കാർ. അവരെ എത്യോപ്യ ആളുകളെ കാണുന്നതിനേക്കാൾ കറുത്ത അതുപോലെ തന്നെ കാപ്പിരി തലമുടിയൊക്കെ ഉള്ള അവര് വ്യത്യസ്ത ദ്വീപുകളിലായിട്ടാണ് താമസിക്കുന്നത്. ആ 4 നീഗ്രോ വംശക്കാർ, ഒന്ന് ഓങ്കികൾ എന്ന് പറയും. ഓങ്കികളെ ഗവൺമെന്റ് തന്നെ ലിറ്റിൽ ആൻഡമാനിൽ വളരെ ദൂരെയുള്ള കാട്ടിനുള്ളിൽ അവരെ അധിവസിപ്പിച്ചിരിക്കുകയാണ് ഓങ്കികൾ. അടുത്ത ജർവാസ് എന്ന് പറയും. ജർവാസ് ഞങ്ങളിപ്പം താമസിക്കുന്ന സൗത്ത് ആൻഡമാൻസിലുള്ള കാടുകളിലും മിഡിൽ ആൻഡമാനിലുള്ള കാടുകളിലാണ് ജർവാസ് ഉള്ളത്. പിന്നെ
ഗ്രേറ്റ് ആൻഡമാനീസ് എന്ന് പറയും. അവർ വേറെ ഒരു ദ്വീപിലാണ് ഉള്ളത്. ഗ്രേറ്റ് ആൻഡമാനീസ് കടിക്കടി ഒരു അമേരിക്കക്കാരൻ മിഷണറിയെ കൊന്നുകളയുക ഗ്രേറ്റ് ആൻഡമാനീസ് ആണെന്ന് പറയും. അങ്ങനെയുള്ള 4 നീഗ്രോ വംശക്കാരും 2 അബോറിജിനൽസും, ഓങ്കീസ്, ജർവാസ്, സെന്റിനലീസ് ആൻഡ് ഗ്രേറ്റ് ആൻഡമാനീസ്, ഇങ്ങനെ 4 നീഗ്രോ. ഇതിൽ ഗ്രേറ്റ് ആൻഡമാനീസും സെന്റിനലീസും വളരെ ദൂരെ ഉള്ള ദ്വീപുകളിൽ വളരെ ക്രൂവലായിട്ടാണ് അവർ അന്നും ഇന്നും ആയിരിക്കുന്നത്. 4 നീഗ്രോ വംശക്കാര്, 2 മംഗോളിയൻ വംശക്കാരുള്ള അബോറിജിനൽസ് താമസിക്കുന്ന ഗ്രൂപ്പുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. എന്നാൽ അതല്ലാതെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മെയിൻലാൻഡ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം, വളരെ ശക്തമായ സ്വാതന്ത്ര്യ സമരവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും ഒക്കെ വളരെ ശക്തി ആർജിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സ്വാധീന ശേഷിയുള്ള സമരക്കാരെ, ബ്രിട്ടീഷ് സൈന്യത്തെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം എന്ന് വളരെ സ്വാധീനമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ 1986 മുതൽ ഒരുപാട് കപ്പൽ ലോഡ് കണക്കിന് മെയിൻലാൻഡിൽ നിന്നും ആൻഡമാൻസിൽ കൊണ്ടുവന്ന് അവരെ ഇവിടെ ഇറക്കി വിടുകയാണ് ഉണ്ടായിരുന്നത്. 1856 മുതൽ കപ്പലുകൾ കണക്ക് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇവിടെ കൊണ്ടിറക്കി. അതിലും കൂടുതൽ അഗ്രസീവായിട്ടുള്ള സ്വാതന്ത്ര്യ സേനാനികളെ ഒരു ദയവില്ലാതെ കൊന്നുകളയുകയാണ്. ഇവിടെ വൈപ്പർ ഐലൻഡ് എന്ന് പറയുന്ന ചെറിയൊരു ഐലൻഡ് ഉണ്ട്. അത് സ്ത്രീകളെ തൂക്കിക്കൊല്ലുന്ന സ്ഥലം. അതല്ലാതെ സെല്ലുലാർ ജയിൽ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാം, സെല്ലുലാർ ജയിലുണ്ട്. അത് 906 സെല്ലുകൾ ഉണ്ടായിരുന്ന ഒരു ജയിലാണ് 906. അപ്പൊ ഇവിടെ ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ഒരുപാട് പേരെ കൊന്നുകളയും ചെയ്യുന്ന ചരിത്രമാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്ത്യയിലെ ആൻഡമാൻ ഐലൻഡ്സിലാണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തുന്നു. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ സമയത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ആൻഡമാൻസിലാണ്. അങ്ങനെയാണ് അവിടുന്ന് പിന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇന്ത്യ ഗവൺമെന്റ് അന്ന് ഇവിടെ ജയിലിനെ തടവുകാരായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആളുകളെ ഹിന്ദു ഭാഷയിൽ സ്വയംവര എന്ന് പറയപ്പെടുന്ന രീതിയിൽ, ഇപ്പൊ സപ്പോസ് സ്ത്രീകൾ പിന്നെ ജയിലിലുണ്ട്, അവരെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അവരെ അതുവരെ കൊന്നു കളയപ്പെടാത്ത ആളുകളെ വെളിയിൽ നിർത്തി. അതുപോലെ തന്നെ 10,000 പുരുഷന്മാരുണ്ട്. അവർക്കെല്ലാം മെയിൻലാൻഡ് ഇന്ത്യയിലെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ കുടുംബമൊക്കെ ഉള്ളവരാ. വർഷങ്ങളായിട്ട് അവരെല്ലാം നഷ്ടപ്പെട്ടവരാ. ഇവരെ ഇപ്പൊ ജയിലിൽ പുള്ളികളെ ഇഴക്കി നിർത്തിയിട്ട് സ്വയംവരം പോലെ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമുള്ളത് അവരുടെ കഴുത്തെ മാല ഇട്ടോ ഭാര്യ ഭർത്താവായി സ്വീകരിച്ചോ പൊക്കോ എന്ന് പറയുന്ന രീതിയായിരുന്നു ഉണ്ടായത്, സ്വയംവരം പോലെ. അപ്പം എല്ലാം നഷ്ടപ്പെട്ട നാട്ടിൽ ഭാര്യമാരോ പിള്ളേരോ ഉണ്ടെന്നുള്ളൊരു കഥകളൊന്നും ഇവിടെ ഇല്ല. ഇവര് ഇത്രയും നാളുകളായിട്ട് ജയിലിൽ കിടന്നവരെ അവര് ഇഷ്ടമുള്ളവരെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ഭർത്താക്കന്മാർ. അതായത് ആൻഡമാൻസിലെ ഇപ്പോൾ ഉള്ള ജനസംഖ്യയുടെ ആരംഭകാലത്ത് ഒരു ചരിത്രം. അങ്ങനെയുള്ളവരെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ പല സ്ഥലങ്ങളിൽ ഗവൺമെന്റ് സ്ഥലം കൊടുത്ത് ചെറിയ വീട് വെക്കാനുള്ള പൈസ കൊടുത്ത് വീടുകളിൽ പാർപ്പിക്കുന്ന ഒരു അനുഭവം. അതല്ലാതെ തന്നെ ഇതിന്റെ തെക്കേ അറ്റത്ത് ക്യാമ്പൽ ബേ എന്ന് പറയുന്നത് നമ്മുടെ മലേഷ്യയുടെ അടുത്തുള്ള സ്ഥലമാണ് ക്യാമ്പൽ ബേ. അവിടെ പഞ്ചാബികളായിട്ടുള്ള ഒരുപാട് പേരെ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ 5 ഏക്കർ സ്ഥലം വെച്ച് ഓരോ കുടുംബത്തിൽ കൊടുത്ത് അവരെ പാർപ്പിച്ചിട്ടുണ്ട്. അതല്ല ശ്രീലങ്കൻ റെഫ്യൂജീസിനെ ഒരുപാട് പേര് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് ഓരോ കുടുംബത്തിനും 5 ഏക്കർ സ്ഥലം വെച്ച് കൊടുത്ത് അവരെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, ഇന്ത്യൻ അംഗത്വം ഉള്ളവരാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം അവിടുന്ന് നാട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ വന്ന പോലെ എനിക്ക് മുമ്പ് ശേഷമുള്ള ഒരുപാട് പേര് ആൻഡമാൻസിൽ വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുകയും നല്ലൊരു ബിസിനസ് സെന്ററിലൂടെയാണ് ആൻഡമാൻസ്. ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴുള്ള നിലയുള്ള ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഏകദേശം 4 ലക്ഷം പേരെ ആൻഡമാൻസിലുള്ളൂ. എന്നാൽ പ്രായോഗികമായിട്ട് 10 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിലോട്ട് ആൻഡമാൻസിൽ താമസിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ ഒരു 4.5 ലക്ഷത്തിലധികം ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സത്യം ഇതാണ്, 10 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ഇതില് ബംഗാളി ആളുകളാണ് മജോറിറ്റി, രണ്ടാമത്തെ മജോറിറ്റി തമിഴിയൻസ് ആണ്, മൂന്നാമത് മലയാളീസ്, പിന്നെ ഇന്ത്യയിലുള്ള സകല ആളുകളും, കുറച്ച് ചൈനീസ് ആളുകളുണ്ട്, കുറച്ച് നേപ്പാളീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പൊ എല്ലാവരും തന്നെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ സുവിശേഷ പ്രവർത്തനം ഞാൻ അറിയുന്നിടത്തോളം തമിഴ് ആളുകളുടെ ഇടയിലാണ് കൂടുതൽ പ്രവർത്തനം ഉള്ളത്. ഒരുപാട് തമിഴ് ദേവദാസന്മാർ വന്നിട്ടുണ്ട്, തമിഴ് പ്രവർത്തനമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തെലുങ്കു ആളുകളുടെ ഇടയിൽ തെലുങ്ക് നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഹിന്ദിയാണ് കോമൺ ആയിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദി.
ബംഗാളിയാണ് ഫസ്റ്റ് മജോറിറ്റി. ഇവരുടെ ഇടയിൽ തുലവും പ്രവർത്തനം കുറവാണ്. ഇവിടുത്തെ ആളുകളെ എത്തിച്ചേരാനുള്ള കഷ്ടം. നേരത്തെ എല്ലായിടത്തും പോകണമെങ്കിൽ ബോട്ടിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം റോഡ് സൗകര്യങ്ങളുണ്ട്, ബസ്സുകൾ, ഫെറിയൊക്കെ 2 ഫെറി കയറിയാൽ ഈ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പൊ ശ്രീ വിജയപുരം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഈ പോർട്ട് ബ്ലെയർ ഇന്ന് ബസ് രാവിലെ 4 മണിക്ക് വിട്ടാല് ഇടയ്ക്ക് 2 ഫെറി കയറി ഇറങ്ങിയാൽ ഒരു 6 മണി, വൈകിട്ട് 6 മണി കഴിയുമ്പോഴത്തേക്കും ഡിഗ്ലിപൂർ എന്ന് പറയപ്പെടുന്ന വടക്കേ അറ്റത്തുള്ള സ്ഥലത്തെത്തും. അവിടുന്ന് 6 മണിക്കൂർ ചെറിയ ബോട്ടെ സഞ്ചരിച്ച് ബർമയിലെത്തും. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലങ്ങളും യാത്രാ സൗകര്യം. ഇപ്പം യാത്രാ സൗകര്യങ്ങൾ കൂടുതലുണ്ട്. ബസ് കിട്ടും, അതല്ലെങ്കിൽ ബോട്ടെ പോകാം. പിന്നെ സുവിശേഷ പ്രവർത്തനം ഇപ്പോഴും വേദനയോടെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് തെലുഗു, തമിഴ് പീപ്പിൾ ഗ്രൂപ്പിനെ വിട്ടുകഴിഞ്ഞാൽ പ്രവർത്തനം വളരെ കുറവാണ്. ഒന്ന്, യാത്രാ സൗകര്യങ്ങളാണ്. ഒന്ന്, കാട്ടുപ്രദേശത്ത് ഒരുപാട്, ഞങ്ങൾ തന്നെ ഡിഗ്ലിപൂർ വരെ ബസ്സിൽ പോയിട്ട് അടുത്ത ദിവസം അവിടെ നടക്കാൻ തുടങ്ങി 12 മണിക്കൂർ 9 മണിക്കൂറൊക്കെ നടന്നെങ്കിലേ ഒരു ഗ്രാമത്തിൽ എത്തത്തുള്ളൂ. ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലണമെങ്കിൽ അടുത്ത 4 മണിക്കൂർ 5 മണിക്കൂർ. കൊടും വനമാണ് അവിടെ, വഴിയില്ല. കൊടും വനത്തിൽ കൂടെ മുള്ളും പിന്നെ വലിയ തുഴലും മുള്ളലൊക്കെ പിടിച്ചു വേണം ചെറിയ നാളെ കഴിഞ്ഞു പോകാനായിട്ട്. അവിടുന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളില്ല. അത്യാവശ്യം അരിയോ സാധനങ്ങളോ മേടിക്കണമെങ്കിൽ തന്നെ 10-20 കിലോമീറ്റർ നടന്നും അല്ലെങ്കിൽ ജീപ്പേ കയറിയും ജംഗ്ഷനിൽ വന്നിട്ടേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള അല്ലെങ്കിൽ പാസ്റ്റർമാർ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ, സ്കൂളും മറ്റ് സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിലാൻഡിൽ പോകണമെങ്കിൽ വളരെ യാത്രാ ചെലവുള്ള കാരണത്താലും ഭാഷാ പ്രോബ്ലം ഉള്ളതുകൊണ്ടും സുവിശേഷ പ്രവർത്തകര് വളരെ കുറവാണ്. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള ഒരേ ഒരു പ്രാർത്ഥനാ വിഷയം, ദയവായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെ ആൻഡമാൻസിൽ എത്തിച്ചേരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥനയുടെ വലിയ പ്രാർത്ഥന ആവശ്യം അതാണ്. അതുപോലെ ദർശനത്തോട് വന്നില്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതെ, ദൈവം അനേക ദേവദാസന്മാർ ഇനിയും ആൻഡമാനിലേക്ക് അയക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്ററുടെ വ്യക്തിപരമായ അനുഭവങ്ങളും അതുപോലെ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ പ്രൊവിഷൻ, 2 രൂപ 70 പൈസയും കൊണ്ട് ആൻഡമാനിൽ ചെന്നു, പക്ഷെ ദൈവം നടത്തി അല്ലേ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയാം. അതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടത്, അത്ഭുതങ്ങൾ കണ്ടത്, ദൈവത്തിൻ്റെ എൻകൗണ്ടേഴ്സ് അനുഭവിച്ചത്, വേലയെക്കുറിച്ച്, വേലയിൽ ഉണ്ടായ ദൈവിക പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും ഇതെല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൂടെ പാസ്റ്റർ പറയാം. ആൻഡമാൻ നിക്കോബാർ, പ്രത്യേകിച്ച് ഞാൻ ആദ്യം പ്രവർത്തനം ആരംഭിച്ച ലിറ്റിൽ ആൻഡമാൻ മുതൽ ക്യാമ്പൽ ബേ വരെയുള്ള സൗത്ത് തെക്കോട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ മലേറിയയുടെ വല്ലാത്ത ഒരു ബാധിക്കപ്പെടുന്ന സ്ഥലമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയം മുതൽ കർത്താവിന്റെ പാപത്തിന്റെ ഉദ്ധാരനും മാത്രമല്ല രോഗസൗഖ്യം തരുന്നവനുമാണെന്നുള്ളൊരു വിശ്വാസം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അന്ന് ദൈവം തന്നു. ആ സമയത്ത് ഞാൻ ആൻഡമാൻ വന്നു. ഞാൻ പറഞ്ഞില്ലേ 2 രൂപ 70 പൈസയുടെ പ്രവർത്തനത്തിൽ കുറച്ചേറെ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിന്റെ മൂത്ത ആങ്ങള, അദ്ദേഹത്തെ പാസ്റ്റർ റോബിൻ എന്നാണ്, ഫിലിപ്പ് വർഗീസ് എന്ന് പറയും. അദ്ദേഹവും പാസ്റ്റർ എം പൗലോസും രാമേശ്വരത്തെ പയനീർ വർക്കേഴ്സ് ആയിരുന്നു, രാമേശ്വരത്തെ. അപ്പം പാസ്റ്റർ ഫിലിപ്പ് വർഗീസ്, റോബിൻ എന്ന് പറയാം, അദ്ദേഹം അന്ന് ദൈവകൃപയാല് ഗോസ്പൽ ഫോർ ഏഷ്യയിൽ നിന്നും പാസ്റ്റർ എം പൗലോസിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന ഒരുപാട് ദൈവദാസന്മാർ തെക്കൻ കേരളത്തിലൊക്കെ പ്രവർത്തിച്ച ഒരുപാട് പേർക്കും മാസം ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സപ്പോർട്ടുകൾ എല്ലാം കൂടി ചേർത്ത് ഒരുപാട് വലിയ ലക്ഷങ്ങൾ എമൗണ്ട് വരുന്നത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് എൻ്റെ മൂത്ത അളിയനാണ് തിരുവല്ലയിൽ വന്ന് ഓഫീസിൽ വന്ന് ഈ കാശ് കൊണ്ട് തമിഴ്നാട്ടിൽ രാമേശ്വരത്തും തെക്കൻ കേരളത്തിലൊക്കെ പോയി ഇവർക്ക് വിതരണം ചെയ്യുന്നു. അദ്ദേഹം വളരെ ഒരു തികഞ്ഞ വിശ്വസ്തനായ ദേവദാസൻ എന്നുള്ള നിലയിൽ കെ പി ഗണാച്ചായന് പാസ്റ്റർ ഫിലിപ്പ് വർഗീസിന് മേലെ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ഒരു സർവസംഘപരിത്യാഗിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ പ്രാർത്ഥന കൊണ്ട് ഗോസ്പൽ ഫോർ ഏഷ്യ എൻ്റെ കാര്യം പറയുകയും അങ്ങനെ അവർ കുറച്ചേറെ മാസങ്ങൾക്ക് ശേഷം 500 രൂപ എനിക്കൊരു മാസ സപ്പോർട്ടായിട്ട് അവർ അലോ ചെയ്യുകയും ചെയ്തു. ഈ 500 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് 5 കോടി എനിക്ക് കിട്ടുന്ന പോലെയുള്ള വാല്യൂ ആണ് 500 രൂപ. അപ്പം 500 രൂപയാണ് എൻ്റെ ചെലവ് 11.5 കിലോ റേഷനറി കിട്ടും. എൻ്റെ എൻ്റെ കുഞ്ഞ് 2.5 ആളുകളുടെ റേഷൻ 11.5 കിലോ കിട്ടും, 2 കിലോ പഞ്ചസാര കിട്ടും, 5 കിലോ ഗോതമ്പ് കിട്ടും.
അതല്ലാതെ എക്സ്ട്രാ എനിക്ക് മേടിക്കാൻ നിർബന്ധിക്കപ്പെട്ട 2 കിലോ അമൂൽ സ്പ്രേ കുഞ്ഞിന് പാല് കൊടുക്കാൻ. ഇത് മാത്രമായിട്ടായിരുന്നു എൻ്റെ ചെലവ്. അപ്പൊ ഞാൻ ഒരു മാസം ഈ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എൻ്റെ ഭാര്യ പറയും പിന്നെ കൈ ചൊറിയുന്നുണ്ട്, ഇന്ന് പൈസ കിട്ടും. അങ്ങനെ ചെയ്ത് 6 മാസം കൈ ചൊറിഞ്ഞാലും പൈസ കിട്ടത്തില്ല. പലപ്പോഴും കിട്ടിയാൽ ചിലപ്പോൾ 3 മാസം ഒരുമിച്ച് കിട്ടും, ചിലപ്പോൾ അതാത് മാസം കിട്ടി. ഇതൊക്കെയായിരുന്നു. അപ്പൊ ആ 500 രൂപയും കൊണ്ടാണ് ഒരുപാട് നാളുകൾ. പച്ചക്കറി എന്ന് പറയും മാക്സിമം എൻ്റെ ഒരു മാസം ബഡ്ജറ്റ് 15 രൂപയാണ്. അവിടെ വന്ന് ആ സമയത്ത് പരിചയം കൊണ്ട് ആരോട് എത്ര രൂപയുടെ കടം ചോദിച്ചാൽ ആളുകൾ തരും. പക്ഷെങ്കിൽ അങ്ങനെ ഒരു വലിയ വിശ്വാസം ആളുകൾക്ക് എൻ്റെ ഉണ്ടായിരുന്നു. എത്ര രൂപയുടെ മേടിച്ചോ ഫാദറിലേക്ക് ജയ്യ ബാദ്മേ ദേന ബസ് എന്ന് പറയും. പക്ഷെങ്കിൽ ഇത് ഒരിക്കൽ മേടിച്ച പിന്നെ കൊടുക്കണമല്ലോ. അവസാനം പൈസ തന്നില്ലല്ലോ എന്ന് പറയുന്ന ദൈവനാമത്തിന് അപമാനം. അവർ മേടിക്കത്തില്ല. 15 രൂപ വരെ മാക്സിമം പച്ചക്കറിയുടെ ബില്ല് വരും. 500 രൂപയ്ക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത്. എന്നാൽ വന്ന് എനിക്ക് മലേറിയ പിടിച്ചു. ഞാൻ എന്നും കാണുന്ന ഒരു പ്രക്രിയ, ലിറ്റിൽ ആൻഡമാനിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നും 2, 3, 4 ശവങ്ങൾ കാണും. അവിടെ വരും മലേറിയ, തലയ്ക്ക് സെറിബ്രൽ മലേറിയ ആകും, മരിക്കും. അടുത്ത് അവര് മോർച്ചറി ഒന്നും അവിടെ ഇല്ല. വലിയൊരു തടി പുറത്ത് വെച്ചിട്ടുണ്ട്, ഒരു പലക, വലിയൊരു പലക പോലെ അവിടുത്തെ ഡെഡ് ബോഡി എടുത്തിടും. ആളുകൾ കൊണ്ടുവന്ന് അത് കൊണ്ടുവന്നിട്ട് അവരുടെ പൂവും മറ്റു കാര്യങ്ങളും ഒരു 2 മുള വെച്ചിട്ട് അവിടുത്തെ ശവം ഇട്ടോണ്ട് പോകും, ഇരിക്കും. അപ്പൊ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് വീടിന്റെ തൊട്ടു പുറവശത്ത് ഭയങ്കര ജംഗിളാണ്, ഭയങ്കര വനം. അവിടെയാണ് ഈ ശവം ദഹിപ്പിക്കുന്നത്. ഈ ശവം ദഹിപ്പിച്ച് അവസാനം തലയോട്ട് പൊട്ടിത്തെറിക്കും, ഭൂം എന്നുള്ള ശബ്ദം വരും. എൻ്റെ അടുത്ത് ഞാനൊരു ചായ ഉണ്ടാക്കിയപ്പോൾ അവിടെ ഈ ശവം പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ എന്നും കാണുന്ന കാഴ്ചയാണ്. 2, 3 ശവങ്ങൾ ഓരോ ദിവസവും അവിടെ കാണും, അത് ദഹിപ്പിക്കും. ഇങ്ങനെ വന്ന് എനിക്കും മലേറിയ പിടിപെട്ടു. ആശുപത്രി പോയി, ഡോക്ടർ പറഞ്ഞു മലേറിയ ആണെന്ന്. അവസാനം എനിക്ക് ഞാൻ മരുന്ന് കഴിക്കാൻ താല്പര്യം. ഡോക്ടർ അത് മലേറിയ ആണെന്ന് പറയപ്പെടാൻ തന്നെ കാരണം അവിടുത്തെ ഒരു ലാബ് ടെക്നീഷ്യൻസ് എൻ്റെ വൈഫിന്റെ ഒരു കൂട്ടുകാരത്തിയാണ്. അവിടെ പോയിട്ട് അവർ പറഞ്ഞു ഇല്ല, ബ്ലഡ് ടെസ്റ്റ്. അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, മലേറിയ ആണ്, ചികിത്സിക്കണം. ആ സമയത്ത് ഞാൻ ചികിത്സിക്കാൻ കൂട്ടാക്കിയില്ല. അന്ന് കോദണ്ഡ റാം എന്ന് പറയുന്ന ഒരു തെലുഗു ഡോക്ടറായിരുന്നു, അവിടുത്തെ മെഡിക്കൽ ഓഫീസർ. പുള്ളി അവസാനം എന്നോട് ഭയങ്കര കോപിക്കാൻ ഇടയായിരുന്നു. പക്ഷേ आप तो मसी लोग है, मसी बोल के घूमते रहेगा, आखिर में मर जाएगा, तुम लोग क्यों ऐसा करते, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പുള്ളിയുടെ സ്നേഹം കൊണ്ട് എന്നെ ദേഷ്യപ്പെടാൻ ഇടയായിരുന്നു. പക്ഷെ ഞാൻ മരുന്ന് ഉപയോഗിച്ചില്ല. മലേറിയ വന്ന് അവസാനം ഓരോ ദിവസവും ഒരു 9-10 മണിയാകുമ്പോൾ ട്രാക്റ്റുമായിട്ട് സുവിശേഷ പ്രവർത്തനം ഇറങ്ങും. അങ്ങനെ വന്ന് വിറയ്ക്കാൻ തുടങ്ങി, വിറച്ച് ഇപ്പോൾ എന്നെ കാണുന്ന ഫിഗർ അല്ല, അന്ന് വെറും വള്ളി പോലെ മാത്രമായി. എൻ്റെ വയറ് വന്ന് എന്റെ നട്ടലിൽ ഇടിക്കുന്ന അങ്ങനെ ലിറ്ററലി ഞാൻ അനുഭവിച്ച കാര്യം. വയറ് വന്ന് എൻ്റെ ഇവിടെ നട്ടലിൽ അത്ര അവിടെ വിറച്ച് 1 മണിക്കൂറെങ്കിലും വിറച്ച് റോഡിലിരിക്കും. അങ്ങനെ 1 മണിക്കൂർ, 1.5 മണിക്കൂർ വിറച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് എഴുന്നേറ്റ് പിന്നെ വീട്ടിൽ പോകും. ഇതാണ് ഓൾമോസ്റ്റ് ഇറ്റ് വെന്റ് ഓൺ ഓൾമോസ്റ്റ് മിനിമം 56 ഡേയ്സ്, 56 ദിവസം. അവസാനം എനിക്ക് എഴുന്നേക്കാൻ പറ്റാതെ കിടപ്പിലായി. അങ്ങനെ വന്ന് അന്ന് ആളുകൾ ചെയ്യുന്ന മലേറിയ വന്നു കഴിഞ്ഞാൽ ഈ കരിക്ക് റെഗുലറായി കുടി. അന്ന് അവിടെ 3 രൂപ ആയിരുന്നു ഒരു കരിക്കിന്. ഈ 3 രൂപ കൊടുത്ത് ഒരു കരിക്ക് വാങ്ങാൻ ഒരിക്കൽ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ അവിടെ കിടന്നു 56 ദിവസം ശേഷം ചെറുതായിട്ട് ലിറ്റിൽ ബൈ ലിറ്റിൽ, ഡേ ബൈ ഡേ ദൈവം എനിക്ക് ശക്തി തന്നു. ഞാൻ എഴുന്നേൽക്കാൻ ഇടയായി തീർന്നു. പിന്നെ ഞാൻ നോർമലി പ്രധാന വേല ചെയ്ത് മുന്നോട്ട് പോയി. അതാ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഡയറക്റ്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം അതാണ്. മലേറിയ വന്നു, ഞാൻ തന്നെ ഐ വിറ്റ്നസ് ആണ്. 100 കണക്കിന് ആളുകളുടെ മരണം ഞാൻ തന്നെ ഐ വിറ്റ്നസ് ആണ്. അവരുടെ ഡെഡ് ബോഡി കത്തിക്കുന്ന എൻ്റെ വീട്ടിൽ അടുക്കളയുടെ തൊട്ടു പുറവിലാണ് കണ്ടോണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് വേറെ ചിന്തിക്കാനായിട്ടൊന്നുമില്ല. എൻ്റെ അവസാനം ഞാൻ എൻ്റെ മനസ്സിൽ തിരിച്ചു, ഞാൻ ഇവിടെ മരിക്കും. അപ്പം അവസാനം ഞാൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ട സമയത്ത് ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ഒരു ദൈവദാസൻ എന്നെ കണ്ടു വഴി വെച്ച്. അദ്ദേഹം വളരെ സ്നേഹത്തിലാണ് നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ ചമ്മന്തി അരച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, അങ്ങനെ ഒരു സ്നേഹബന്ധം. അവസാനം ഒരു ദിവസം എന്നെ വഴി വെച്ച് കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം, ഞങ്ങളുടെ സഭയിൽ ചേരണം, അത് നിങ്ങൾക്ക് ഒരുപാട് നല്ലതാ. പക്ഷെ ദൈവാത്മാവ് എന്നെ അങ്ങനെ ഒരു കാഴ്ച അവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് സ്നേഹത്തിന് ഒരു ഭംഗവുമില്ല. ഞാൻ അദ്ദേഹത്തോട് അച്ഛൻ നമുക്ക് ചേർന്ന് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പ്രവർത്തിക്കാം, അങ്ങനെ ഒരു സംഘടനാപരമായിട്ടുള്ളൊരു മെമ്പർഷിപ്പിലോട്ട് വരാനായിട്ട് ദൈവം എനിക്കൊരു പ്രേരണ തന്നിട്ടില്ല, തരുമ്പോൾ സംസാരിക്കുക. അന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ അധികം ദിവസം താമസിക്കത്തില്ല, അധികം ദിവസം നിങ്ങൾ ഇവിടെ കാണത്തില്ല,
അദ്ദേഹത്തോട് അതും എൻ്റെ ഹൃദയത്തിൽ ഇന്ന് വരെ ഒരു ചലഞ്ച് പോലെ ഞാൻ സൂക്ഷിച്ചു കഴിയാൽ നിങ്ങൾ ഇവിടെ ആദ്യ ദിവസം കാണത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം വിശ്വസിച്ച് അങ്ങനെ ഒരു സഭയുടെ കൈത്താങ്ങലോ സപ്പോർട്ടോ ഇല്ലാതെ ഒരു മനുഷ്യനെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ പറഞ്ഞു ശരി അച്ഛാ, ദൈവം എങ്ങനെയാ ചെയ്യുന്നത് അതുപോലെ ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് മലേറിയ കൂടിയിട്ട് എൻ്റെ ഒരേ ഒരു ഇന്ന് ഓർക്കുന്ന വേദന, എൻ്റെ ശവം ഒന്ന് പ്രാർത്ഥിച്ചടക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ വേദന. മനുഷ്യനെ എങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് എവിടെയെങ്കിലും കുഴിച്ചിടും, പക്ഷേ ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ളതിൽ ശവം ഒന്ന് പ്രാർത്ഥിച്ച് കുഴിച്ചിടാൻ ആരുമില്ലല്ലോ എന്നുള്ള ഒരു വേദന ഉണ്ടായിരുന്നു. അങ്ങനെ പോകെ ഈ 500 രൂപയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യയും അന്ന് 1 വർഷത്തോളം എൻ്റെ കുഞ്ഞായി അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഇത്. അവസാനം ഗോസ്പൽ ഫോർ ഏഷ്യയിൽ നിന്നും സുവിശേഷ പ്രവർത്തനത്തിന്റെ ഫിലിം തരുന്നുണ്ടെന്നുള്ള ഒരു അറിയിപ്പ് പാസ്റ്റർ ജോയി പുന്നൂസ് വിളിച്ചറിയിച്ചു. ഞാൻ തിരുവല്ലായി പോയി. അവിടെ ചെറിയ 1-2 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഫിലിം പ്രൊജക്ടർ അത് ഭയങ്കര ഹെവിയാ, ഭയങ്കര ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി. അതുപോലെ 4 റീൽ ഫിലിം ഇത് കൊണ്ടുവന്ന് വേറെ ഒക്കെ കൊണ്ടുവരാനില്ല. അവസാനം എൻ്റെ ഒരു ഈ സൈക്കിള് തന്നെ ഞാൻ മേടിച്ചത് 700 രൂപയ്ക്ക് ഒരു സ്കൂൾ ടീച്ചർ സെക്കൻഡ് ഹാൻഡ് ഒരു സൈക്കിൾ തന്നു. അവസാനം പറഞ്ഞു ഫാദർ ആക്കോ കബി മിലേക്ക കൈസ മിലേ തബി പൈസ ദേന ബസ് എന്ന് പറഞ്ഞ് എപ്പം കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു അത് അങ്ങനെ കട ഒരു സൈക്കിള് തന്നു. ഈ സൈക്കിളില് ഫിലിമും പ്രൊജക്ടറും മൈക്ക് സെറ്റ് കോളാമ്പി ആംബിൾവേർ എല്ലാം വിളിച്ച് വലിയൊരു നമ്മുടെ നാട്ടിലെ സൈക്കിൾ റിക്ഷ പോലെ ചെയ്യുന്ന പോലെ ഇത് കെട്ടിക്കൊണ്ട് ഇങ്ങനെ 28 കിലോമീറ്റർ 14 കിലോമീറ്റർ 6 കിലോമീറ്റർ അങ്ങനെ ആൻഡമാനിലെ ലിറ്റിൽ ആൻഡമാനിലെ ഒരു ഗ്രാമം പോലും ഈ സുവിശേഷവും മൈക്കും ഫിലിമും കൊണ്ട് കാണിക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല. അതാണ് എനിക്ക് സൈക്കിളെ ലോഡ് വെച്ച് ചവിട്ടാൻ അറിയത്തില്ല. ഞാൻ അങ്ങ് ചവിട്ടി പോകും. ഭാര്യ നടന്നു വരും, ഞാൻ സൈക്കിളെ പോകും. ഭാര്യ അവസാനം ഒരു ദിവസം പറഞ്ഞു വീണട്ടെ നിങ്ങൾ ഭാര്യയോട് പറയും. അവർ ചവിട്ടി ഞാൻ വിചാരിച്ച പുള്ളിക്കാരത്ത് നടന്നാ വരുന്നത്. അവസാനം സൈക്കിൾ പോകുമ്പോൾ പടവും പറയും ഇദ്ദേഹം കാര്യം അറിയുന്നു. കാര്യം അങ്ങനെ വെട്ടി വീഴുക തുടങ്ങി എങ്ങനെയോ വീഴാതെ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു ബാലൻസ് ആയി. അവസാനം മോളെ കൊണ്ടുപോകണം. മോളെ മടി വെച്ചിരുന്ന മടി വെക്കാനുള്ള വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രണ്ട് ബാറയിൽ ഒരു ചെറിയ ബേബി സീറ്റ് പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരുമായിട്ടാണ് ഈ സൈക്കിളുമായിട്ട് ലിറ്റിൽ ആൻഡമാനിലെ എവരി ഹോം ആൻഡ് എവരി വില്ലേജ് കയറി സുവിശേഷം അറിയിച്ചു. അങ്ങനെ ഈ 2.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ 4 ബ്ലെയർ ഇപ്പം വിജയപുരം എന്ന് പറഞ്ഞ 4 ബ്ലെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം എല്ലായിടത്തോട്ട് പോകാനുള്ള ബോട്ടും സൗകര്യം 4 ബ്ലെയറിലായതുകൊണ്ട് 4 ബ്ലെയറിൽ ഷിഫ്റ്റ് ചെയ്തു. ഇതുപോലെ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ പ്രവർത്തിച്ചാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തു. ആ വാടക എടുത്ത വീട്ടില് പക്ക ഹിന്ദു ആണ് ഓണർ. അവസാനം 8-9 മാസം എനിക്ക് വാടക കൊടുക്കാൻ പറ്റിയില്ല. ആ മനുഷ്യൻ ഒരിക്കൽ പോലും എന്നോട് മുഷിഞ്ഞ് ചോദിച്ചില്ല ഫാദർ കബി ആക്കം മിലേ തബി ദേതോ എപ്പം കിട്ടും അങ്ങനെ തന്നാൽ മതി എന്ന് പറഞ്ഞ് വളരെ അന്നേരം അദ്ദേഹം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, തമിഴ് ആളാണ്, പക്ക ഹിന്ദു ആണ്. ഒരിക്കൽ പോലും എന്നോട് മുഷി ചോദിച്ചിട്ടില്ല. 8-9 മാസം എനിക്ക് വാടക കൊടുക്കാൻ കഴിയാതിരുന്ന സമയത്ത് ആ സമയത്ത് ഞങ്ങൾ റാന്നി ചെത്തോങ്കരയല്ല ഒരു ഇന്ന് ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലോട്ട് കയറുമ്പോൾ മാർജിൻ ഫ്രീ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണാം, ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടുത്തെ അമ്മാമ്മയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്, അതേ ഓയിൽ റിഡ്ജിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ പരിചയപ്പെട്ട അമ്മാമ്മയോട് പറഞ്ഞു സോറി ഞാൻ അത് പറയുന്നത് ഒരുപക്ഷെ ദൈവീയ വിശ്വാസത്തിന്റെ ആഴത്തിൽ അല്ലാത്ത കാര്യം മാനുഷ്യമായിട്ട് എന്തോ എൻ്റെ ചെറിയ വിശ്വാസത്തിന് എനിക്കൊരു വിസിറ്റിംഗ് വിസ തരാമോ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തോട്. അദ്ദേഹം തിരിച്ചു പോയി എനിക്കൊരു വിസിറ്റിംഗ് വിസ അയച്ചു കൊടുത്തു, അമ്മാമ്മയുടെ പേരിൽ അയച്ചു കൊടുത്തു. ആ വിസിറ്റിംഗ് വിസയും കൊണ്ട് ഞാൻ ദുബായിക്ക് പോയി. അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല, അമ്മാമ്മയെ മാത്രമേ എനിക്കറിയത്തുള്ളൂ, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. അവസാനം ദുബായിൽ ഇറങ്ങി. ദാറ്റ് വാസ് ഇൻ 1997. ഞാൻ 1988 ആൻഡമാനിൽ പോയ ഓൾമോസ്റ്റ് 10 വർഷത്തിന് ശേഷം ദുബായിൽ ഇറങ്ങി. കർത്താവിന്റെ വലിയ കൃപയും ദയവും മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ 3 മാസം അവിടെ നിന്നു. ഈ 3 മാസം ഓരോ ദിവസവും 4-5 മീറ്റിങ്ങുകൾ ദൈവം എനിക്ക് തന്നു, ശുശ്രൂഷിക്കാനും സാക്ഷ്യം പറയാനും. അതിൽ ശ്രീലങ്കൻ ചർച്ചുണ്ട്, പാകിസ്ഥാനി ചർച്ചുണ്ട്, ബ്രിട്ടീഷ് ചർച്ചുണ്ട്. അങ്ങനെ ഒരുപാട് ലാംഗ്വേജിലുള്ള സഭകളിൽ കർത്താവിന്റെ കൃപ ആ സമയത്ത് കുറച്ച് പേർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷിലും ശുശ്രൂഷിക്കാൻ ദൈവം ഈ 3-4 ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ കൃപ തന്നിരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സഭകളിലും ശുശ്രൂഷിക്കാൻ അവസരം 3 മാസം കൊണ്ട് ദേവദാസനെ തെറ്റിദ്ധരിക്കാൻ ഞാൻ പറയുന്നുണ്ട്. 8 മാസത്തെ വാടക കൊടുത്തത് ശേഷമായിട്ട് 5-6 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുത്തു.
എനിക്ക് അവിടുന്ന് ഒരു ശ്രീലങ്കക്കാരൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഷോപ്പ് നടത്തുന്ന അബുദാബിയിൽ നിന്ന് ഒരു ഗിറ്റാർ അന്ന് 1.5 ലക്ഷം രൂപ വിലയുള്ളത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഞാനൊരു ഓർഗൻ കീബോർഡ് ദുബായിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചു. ഒരു മൈക്ക് സെറ്റുള്ള പൈസയുമായിട്ടാണ് കേരളത്തിൽ ആൻഡമാൻസിൽ തിരിച്ചു വരുന്നത്. 3 ലക്ഷത്തിലധികം രൂപ ദൈവം തന്നു. വാടക കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു, മൈക്ക് സിസ്റ്റം മേടിച്ചു, ഗിറ്റാർ ഉണ്ട്, കീബോർഡ് ഉണ്ട്. പിന്നെ കർത്താൻ്റെ അവിടുന്ന് കിട്ടിയ ചെറിയ കണക്ഷൻ ഉണ്ട്. വല്ലപ്പോഴും 500 രൂപ, ഏകദേശം 1000 രൂപ, അല്ലെങ്കിൽ ഒരു 200 ദർഹംസ് ഇങ്ങനെ ആളുകൾ അയക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ സാമ്പത്തിക വർധനയുടെ ഒരു മുഖാന്തരം. 3 മാസത്തെ ദുബായ് ജീവിതം. അതിൽ നല്ലൊരു പങ്ക് ഞാൻ ഷാർജയിൽ ഒരു ബ്രിട്ടീഷ് പാസ്റ്ററെ പരിചയപ്പെട്ടു. അവിടെ അദ്ദേഹത്തിന്റെ കൂടെയാണ് ഷാർജയിൽ താമസിച്ചോണ്ടിരുന്നത്. അദ്ദേഹം ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ ജ്യേഷ്ഠൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഒരു വികാറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ BBC-യിലും അതുപോലെ അവിടുത്തെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രഭാഷകയും ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പാസ്റ്റേഴ്സിന് വേണ്ടി കണ്ടക്ട് ചെയ്ത കോൺഫറൻസ് ഉണ്ട്. എന്നോട് ചോദിച്ചു, വൈ കാണ്ട് യു അറ്റൻഡ് ദാറ്റ്? എനിക്ക് യാതൊരു ചിന്ത. അദ്ദേഹം പറഞ്ഞു, ശരി, ഐ വിൽ ടെൽ മൈ ബ്രദർ ടു സെൻഡ് യു ആൻ ഇൻവിറ്റേഷൻ. അദ്ദേഹം ചെറിയ ഇൻവിറ്റേഷൻ തന്നില്ല, ചെറിയ ഈ സൈസിലുള്ള ഒരു ചെറിയ A4 ഷീറ്റ് പേപ്പറിന്റെ പകുതിയുള്ള പേപ്പറിനകത്ത് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലെ തന്നു. അതുകൊണ്ട് ഞാൻ ആൻഡമാൻസ് വന്നതിന് ശേഷം ഞാൻ ചെന്നൈ പോയി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഈ ലെറ്റർ കൂടെ ഫ്ലയർ, കോൺഫറൻസിലെ ഫ്ലയർ കൂടെ കൊടുത്തു. അതുകൊണ്ട് ഞാൻ 9 o'clock ഐ എൻറ്റേർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഓഫീസ്. 9:20 ആയപ്പോഴത്തേക്ക് എനിക്കും എൻ്റെ വൈഫിനും കൂടെ ബ്രിട്ടീഷ് വിസ സ്റ്റാമ്പ് ചെയ്ത് ഞാൻ ആ എംബസിയിൽ നിന്ന് ഇറങ്ങി, ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇത് ഏത് വർഷമാണ്? ഇത് 1997. 1997 അവിടെ അദ്ദേഹം എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ എയർപോർട്ടിൽ ഹീത്രോ എയർപോർട്ട് എന്നെ പിടിച്ചെടുത്തു. ഹൗ മച്ച് മണി യു ഗോട്ട്? ഞാൻ ഈ ദുബായിൽ നിന്ന് കിട്ടിയ ഓഫറിങ്ങിന് കൂടുതൽ ഒരു $20 ബില്ലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഐ ഹാവ് $20 വിത്ത് മീ. $20 അവരെന്നെ തിരിച്ചയക്കാനായിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്നെ സ്വീകരിക്കാൻ ഇന്നാര് വന്നിട്ടുണ്ട്, നമ്പർ ഇതാന്ന് പറഞ്ഞ് അവർ എയർപോർട്ടിൽ നിന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം എന്നോട് യെസ് ഹീസ് മൈ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഹോൾഡ് കൊണ്ടും എന്നോട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഹീത്രോ എയർപോർട്ടിൽ ഞാൻ അവിടുന്ന് എക്സിറ്റ് വഴി അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയി. അദ്ദേഹം എനിക്ക് ലണ്ടനിലുള്ള ഒരുപാട് UK-യിലുള്ള ഒരുപാട് ചർച്ചുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പാസ് വന്നിട്ടുണ്ട്, ഈസ് ഫ്രം ആൻഡമാൻ, ഡു യു വാണ്ട് ടു മീറ്റ് വിത്ത് ഹിം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു വലിയ ഇൻഫ്ലുവൻഷ്യൽ ഒരു ക്ലർജിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പാഴ്സണലിലെ താമസിച്ച ലണ്ടനിൽ തന്നെ, പാഴ്സൺസ് ഗ്രീൻ എന്ന് പറയും. അദ്ദേഹം എനിക്ക് ഒരുപാട് ഉദ്ദേശിച്ചു. അങ്ങനെ ഒരുപാട് ബ്രിട്ടീഷ് ആളുകൾ ദേ വാണ്ടഡ് ടു ഹിയർ മീ ആൻഡ് ഹിയർ അബൌട്ട് മൈ ടെസ്റ്റിമണി. അങ്ങനെ ഈ പറഞ്ഞ ചുരുക്കത്തിൽ എൻ്റെ ആ സാമ്പത്തിക ദാരിദ്ര്യം കുറച്ചൊക്കെ മാറാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ബിഷപ്പ്, ഒരു ലേഡി ബിഷപ്പ്, അദ്ദേഹത്തിന്റെ മദർ കൊടുത്ത ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ പറഞ്ഞു, ഓക്കെ ഐ വിൽ സപ്പോർട്ട് യു. ഒരു 7.5 ലക്ഷം രൂപ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് 1.5 മാസം അവിടെ നിന്നിട്ട് തിരിച്ചു വന്നു. എൻ്റെ കൂടെ UK വന്നു. അവിടെ താമസിച്ചിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി തിരിച്ചു വന്നിട്ട് ഈ ബിഷപ്പ് എന്നോട് പറഞ്ഞു, ശരി, ഐ വിൽ സപ്പോർട്ട് വിത്ത് സം മണി. അവസാനം അവരെന്നോട് അയച്ച 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട്. അങ്ങനെ എൻ്റെ വൈഫിനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി നോക്കണം. അവരെന്നോട് ഹാഫ് ബിൽറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു. അതിന് 15 ലക്ഷം രൂപയാണ് എൻ്റെ വില. അവസാനം ഞാൻ ആ പൈസ കൊണ്ട് ഇന്ത്യയിൽ വന്നു. 7 ലക്ഷം ഞാൻ ഓണർക്ക് ഇത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരാമോ? അദ്ദേഹം എന്നെ വിശ്വസിച്ചു. പകുതി വില കൊടുത്താൽ എനിക്ക് രജിസ്റ്റർ ചെയ്തു. ഈ പ്രോപ്പർട്ടി ഞാൻ ഇവിടുത്തെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ മോർഗേജ് ചെയ്തിട്ട് ബാക്കി 7 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ലോൺ ക്ലിയർ ചെയ്തു. 15 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടർ ഞങ്ങളുടെ സ്വന്തമായി. അങ്ങനെ സ്വന്തമെന്ന് പറയാൻ ഞാൻ 8 മാസം വാടക കൊടുക്കാണ്ടിരുന്ന വീടിന്റെ നേരെ എതിർ സൈഡിലത്തെ കാര്യം പറയുന്നത്. അവിടെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടർ. അവിടെ ആ വീടിന്റെ കുറച്ചായിട്ട് അതിന്റെ കൺസ്ട്രക്ഷൻ തീർന്നു. ഇപ്പം ഞങ്ങൾ അവിടെ താമസിച്ചു, ആരാധിക്കുന്നു. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. മൂത്ത ആള് നേഴ്സിംഗ് കഴിഞ്ഞു മെൽബണിൽ ജോലി ചെയ്യുന്നു. ഇളയ ആള്
BDS കഴിഞ്ഞ് റൈറ്റ് നൗ ഷീസ് ഇൻ എറണാകുളം. അങ്ങനെ അവര് മുന്നോട്ട് പോകുന്നു. ഇവിടെ ചെറിയ ചെറിയ സഭാപ്രവർത്തനമുണ്ട്. രണ്ടിടത്ത് ചിൽഡ്രൻസ് ഹോം ഉണ്ട്, കുട്ടികളുടെ ആശ്രമമുണ്ട്. ഒന്ന് പെൺകുട്ടികൾക്കായിട്ടും ഒന്ന് ആൺകുട്ടികളായിട്ടും. ഇതാണ് പ്രവർത്തനത്തിന്റെ ഏകദേശം നക്ഷൽ. ബട്ട് എന്റെ മെയിൻ ദർശനം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ 38 ദ്വീപുകളിലും ഏറ്റവും കുറഞ്ഞ ഒരു സഭാപ്രവർത്തനമെങ്കിലും തുടർന്ന് അത് അവിടുന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യണം. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലില്ല, ഒരു 5-8 സ്ഥലങ്ങളിൽ ചെറിയ കൂട്ടായ്മകൾ, ടൈനി ഫെലോഷിപ്സേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കഴിയുന്നിടത്തോളം ചിലരെ അഭ്യസി വേദപുസ്തകം പഠിപ്പിച്ച് ഇവിടെ ലോക്കൽ ശുശ്രൂഷകരാക്കിയിട്ടുണ്ട്. അതിൽ ഒരാൾ കോട്ടയം തിയോളജിക്കൽ സെമിനാരിൽ 4-5 വർഷം മുമ്പ് BT കഴിഞ്ഞ് അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അതേ ഇപ്പോൾ ആൻഡമാൻസിലുണ്ട്. വേറൊരാൾ ഇപ്പം പിന്നെ തിരുവല്ല നമ്മുടെ IPCയുടെ ബൈബിൾ കോളേജിൽ BDക്ക് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു ബംഗാളി പയ്യനാണ്. കഴിയുന്നിടത്തോളം ആളുടെ അടുത്ത ജനറേഷന് വേണ്ടി ആളുകളെ ട്രെയിൻ ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഈ പ്രവർത്തനത്തിന്റെ ആകെ തുക ആയിട്ട് പറയാനുള്ളത്. ദൈവം ചെറിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രവർത്തനമുണ്ട്. കൂടുതൽ ആളുകളെ ട്രെയിൻ ചെയ്യണം, നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ ദർശനമുള്ള കർത്താവിൻ്റെ ദാസന്മാർ ആൻഡമാൻസിൽ വേണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഇന്ന് പലപ്പോഴും കാണുന്ന ഒരു ഓർഗനൈസേഷൻ ആരെ വിളിച്ചാൽ അവർക്ക് ഫ്ലൈറ്റ് ചാർജ് മുതൽ അപ്പ് ആൻഡ് ഡൗൺ വൺസ് ഇൻ എ ഇയർ മിനിമം അവർക്ക് പോകാൻ, നാട്ടിൽ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കട്ട് ചെയ്യണം. അവർക്ക് താമസിക്കാനുള്ള മോട്ടോർ സൈക്കിൾ പോരാ, അവർക്ക് താമസിക്കാൻ മിനിമം ഒരു മാരുതി 800 ലെവലിലുള്ള വണ്ടിയെങ്കിലും വേണം. പിന്നെ ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സ് വന്ന് ഐ വാസ് ഫെഡ് അപ്പ് വിത്ത് ലോട്ട് ഓഫ് സച്ച് പീപ്പിൾ. അത് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. തന്നെയല്ല, അങ്ങനെ ശമ്പളത്തിനുള്ള പ്രവർത്തനം നിർത്താനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇതാ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ആവശ്യം. കർത്താവ് അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന പോലെ, ദൈവം അയച്ചിട്ടാണ് ഞാനിവിടെ വന്ന് ചാകട്ടെ എന്നുള്ള ദർശനത്തോടെ വരുന്ന കർത്താവിന്റെ ദാസന്മാരാണ് അന്നും ഇന്നും വേണ്ടത്. എവിടെല്ലാം ഭാരതത്ത് കർത്താവിന്റെ വേല വളർന്നു. ഇപ്പം തന്നെ PG വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പോൾ പിള്ള സാർ ആൻഡമാൻസിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടെ. പോൾ പിള്ള ഗ്രേസ് ബൈബിൾ കോളേജിന്റെ ഓണർ, സ്വന്തം വീട്ടിൽ അമ്പലം പോലും ഉണ്ടായിരുന്ന ഹൈന്ദവനായ ഒരു മനുഷ്യൻ ആൻഡമാൻസിലെ ഗവൺമെന്റ് ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടെ. ഇന്ന് തലമുറകൾക്ക് നിലനിൽക്കുന്ന ഗ്രേസ് ബൈബിൾ കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു. അവരെല്ലാം പോയത് അതുപോലെ തോമസ് മാത്യു പാസ്റ്റ് പിന്നെ രാജസ്ഥാനില്, അവരൊക്കെ പിന്നെ നിലത്ത് വീണ് ചാക കൊടുക്കുന്ന വിത്ത് പോലെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിന്റെ വേല വളർന്ന്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്ക് നിങ്ങളോടുള്ളത്, നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്നതോട് അറിയിക്കാനുള്ളത്, പ്രേക്ഷകരോടും പറയാനുള്ളത്. കർത്താവിന് വേല ഇനിയും നടക്കും. കർത്താവിന് വേല നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഏത് പൈശാശക്തി കർത്താവിന്റെ വേല നശിപ്പിക്കാൻ തുടങ്ങി ചില ദൈവദാസന്മാർ ജീവൻ കൊടുക്കേണ്ടി വരും. പക്ഷേ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ടുഡേ ദ ചർച്ച് വിൽ ഗ്രോ ആൻഡ് ഈവൻ ടുമോറോ ചർച്ച് വിൽ ഗ്രോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും സമയം തന്ന ദൈവദാസന് ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ജീവിതാനുഭവങ്ങളൊക്കെ കേട്ടതിൽ പ്രത്യേകിച്ചും $2.70 കൊണ്ട് നമ്മളവിടെ ചെന്നെങ്കിലും ദൈവം വിശ്വസ്തനായിരുന്നു. മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള വഴികളെ കർത്താവ് തുറന്നു. നമ്മുടെ ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. പാസ്റ്റർ ഇപ്പം ഒരു പിന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് ചേർന്നാണോ അതോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ? ദൈവം കേരളത്തിലിരിക്കുമ്പോൾ എനിക്ക് തന്ന ദർശനം അത് അനുസരിച്ച് തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന പേരിൽ ആൻഡമാനിലെ ഡിസ്ട്രിക്ട് കളക്ടർ, അതായത് രജിസ്ട്രാർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിൽ അസോസിയേഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഇത് 1994 രജിസ്റ്റർ ചെയ്തു. ഇന്ന് വരെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസനാണ്. പാസ്റ്റർ ഒരു സെൻറ്റൻസ് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് തൊട്ടു. ഒരു കാലത്ത് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നൊരു ചിന്തയാണ് കേട്ടോ. അതായത് ഞാൻ മരിച്ചാൽ എൻ്റെ ശവം എടുക്കാൻ ആര് കാണും എന്നൊരു ചിന്ത, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആര് കാണും എന്നുള്ളൊരു ചിന്ത ഒരു കാലത്ത് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഈ പലപ്പോഴും ദൈവമുണ്ടല്ലോ, പലരെയും നമ്മളെ സഹായിക്കുന്നതിൽ നിന്ന് ദൈവം വിലക്കി മാറ്റി നിർത്തുന്നത്. പൗലോസിനെ ഈ പറഞ്ഞ പോലെ പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവ് വിലക്കിയുന്ന. അപ്പോൾ അങ്ങനെ പലരും വിലക്കും, ഇയാളെ സഹായിക്കരുതെന്ന് പറയും. അതിൻ്റെ കാരണം ദൈവിക പദ്ധതിയിലേക്ക്, ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിലേക്ക് നമ്മളെ നടത്താൻ വേണ്ടിയാണ്. ഞാനൊരു കാലത്ത് ഇൻഡിപെൻഡൻ്റായിട്ട് വേല ചെയ്യത്തില്ലെന്ന് വാശി പിടിച്ച ആളാണ്. പക്ഷെ ദൈവം എന്നെക്കൊണ്ടത് ചെയ്യിച്ചു. എൻ്റെ അനുഭവം അങ്ങനെയൊക്കെയുള്ള ചില തിരസ്കരണങ്ങളുടെ അനുഭവങ്ങളിലൂടെയായിരുന്നു. അപ്പം അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് പ്ലാനിലേക്ക് നമ്മളെ നടത്തുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്.
ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു നിലയിൽ എന്നെ കൊണ്ട് കർത്താവിന്റെ പേരിലുള്ള ദർശനത്തില് എന്നെ കർത്താവിന്റെ വിശ്വാസത്തിൽ വഴി നടത്തിയ പാസ്റ്റർ രാജൻ ബാബു എന്ന് പറയപ്പെടുന്ന ദേവദാസന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹം തലവടി പാസ്റ്റർ KC ജോണും ഈ ദേവദാസും ഒക്കെ ആദ്യകാലം ഒരുമിച്ച് പ്രവർത്തിച്ച് തുടങ്ങിയ ആളുകൾ. അദ്ദേഹം ഒരു നീളം കുറഞ്ഞ വൈദ്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഹൈന്ദവനായിട്ട് ജനിച്ചു വളർന്ന ആളുകൾ. എന്നാൽ നിർമ്മല അദ്ദേഹത്തിന്റെ ഭാര്യ മേഴ്സി എന്ന് പറയും. ഒരാളെ കർത്താവിൽ നിലനിർത്തുക. അന്ന് അവരുടെയൊക്കെ പാഴ്സണേജിൽ ഇന്നും അവരുടെ എൻ്റെ അമ്മ എന്നെ ഇറക്കിയിട്ട് വല്ലാതെ അമ്മ എന്നെ ഇറക്കി വിട്ടെന്നുള്ള വേദന അല്ല, എന്നെ അത്രമാത്രം തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ള വല്ലാത്ത വേദന ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് ഈ മേഴ്സി അമ്മയും ബാബുജാനും ആ ചെറിയ നമ്മുടെ ഒരു ചെറിയ കുടില് പോലെ പാഴ്സണേജ് ചാർത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അവർക്ക് കിട്ടുന്ന തുലവും ചെറിയ വരുമാനം അതിന്ന് എനിക്ക് തൊട്ട് മുമ്പ് ഫ്രാൻസിസ് ദാനിയൽ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തെ വഴി വെച്ച് എന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് വെട്ടിക്കൊല്ലാനായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ആളുകളും ശ്രമിച്ചു. അതുപോലെ തന്നെ വേറൊരാൾ, ഞങ്ങൾ 3 യൗവനക്കാരാണ് 1981-82 പീരീഡ് കർത്താവിൽ വന്ന്. ഈ 3 പേർക്ക് ഒരു ശരണമായിരുന്നു പാസ്റ്റർ രാജൻ ബാബുചാനും അദ്ദേഹത്തെ ഭാര്യ മേഴ്സി അമ്മയും. ആ ദൈവദാസൻ കർത്താവിന് വേലിക്കെട്ട് എന്ത് കഷ്ടം സഹിക്കാനും ഒരാളെ നിലനിർത്താൻ എന്ത് നഷ്ടപ്പെടുത്താനും മനസ്സുള്ള ഒരു ദൈവദാസനായിരുന്നു. 2-3 മാസം മുമ്പ് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് എറണാകുളത്ത് പുത്തൻകുരിശിനടുത്തുള്ള ഒരു ഷാരോൺ ചർച്ചിലെ ആണ് അദ്ദേഹം അവിടെ കൂടിക്കൊണ്ടിരുന്നത്. വയോവൃദ്ധനായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിന് നഷ്ടം എൻ്റെ ഒരു അപ്പനായിട്ടും എൻ്റെ ആത്മീയ പിതാവായിട്ടും എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനായിട്ടും അദ്ദേഹത്തിന്റെ ദർശനം, അദ്ദേഹത്തിന്റെ ഭാര്യ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ആ ഒരു കുടുംബം, ആ ബാബുച്ചാൻ എൻ്റെ ജീവിതത്തിൽ മേഴ്സി അമ്മ ബാബുച്ചാൻ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവരെ മറ്റുള്ളവരെ നമ്മളെ ത്യജിച്ചാൽ മറ്റുള്ളവരെ അത് കണ്ടുപിടിക്കുക. എൻ്റെ ജീവിതത്തിൽ അത് അനുഭവം. ഇന്ന് ഈ ഫ്രാൻസിസ് ജോസഫ് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ തൊട്ട് മുമ്പ് കർത്താവിന്റെ വില അദ്ദേഹം ഇന്ന് എറണാകുളത്ത് അദ്ദേഹം ഒരു സഭയുടെ സെൻട്രൽ പാസ്റ്ററാണ്. ഞാനിവിടെ ആയിരിക്കുന്നു. ആ ബാബുച്ചാൻ 2-3 മാസം മുമ്പേ മരിച്ചുപോയി, പാസ്റ്റർ രാജൻ ബാബു. അദ്ദേഹത്തിന്റെ ഫ്യൂണറലിൽ പോകാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ ഇവിടെ ആയിരുന്നുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം തലവടിയിലിരുന്ന് ഒരുപാട് 10,000-കണക്കിന് ആളുകൾ അറ്റൻഡ് ചെയ്ത് ഫ്യൂണറൽ സർവീസ്. അതുപോലെ അവരെ ഈ കൊച്ചു മനുഷ്യർ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ പാസ്റ്റർ രാജൻ ബാബുവിനെ അറിയാമോ? ഇല്ല പാസ്റ്റർ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അങ്ങോട്ട്. ഓക്കെ, ശരി. അത്ര ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് എന്നെ അത്ര സ്വാധീനിച്ചൊരു ദേവദാസനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല അനുഭവങ്ങളാണ് കേട്ടത്. ആൻഡമാൻസിനെ കുറിച്ച് ഉള്ള ഒരു വിവരണം നമ്മൾ കേട്ടു. പ്രത്യേകിച്ച് നോർത്ത് സെന്റിനെന്റൽ ഐലൻഡ്, അവിടെ 3 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ചോ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ വന്ന് രക്തസാക്ഷിയായി തീർന്നത്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വമാണ് സത്യത്തിൽ ഇന്ത്യയുമായി ബന്ധത്തിൽ അങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടെന്നും അവിടെ ഒരിക്കലും സുവിശേഷം കേൾക്കാത്തവരുണ്ടെന്നുമുള്ള ഒരു അറിവ് എനിക്ക് തന്നത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു സ്ഥലം, ദ മോസ്റ്റ് ഐസോലേറ്റഡ് ട്രൈബ് എന്ന. ഇല്ല, ഗവൺമെന്റ് പ്രിസർവ് ചെയ്തിരിക്കുക. എനിക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ അമേരിക്കക്കാരനായ 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്ന് അവിടെ വന്ന് രക്തസാക്ഷിയായി. ഇന്ത്യയിലെ ലോകത്തിൽ ഇത്ര പ്രീമിറ്റീവ് ട്രൈബ്സ് വേറെ എങ്ങുമില്ല. ഈവൻ ഓസ്ട്രേലിയയിലൊക്കെ അബോറിജിനൽസ് ഉണ്ട്, ഇതുപോലെ പ്രിമിറ്റീവ് ട്രൈബ്സ് വേറെ എങ്ങുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലും ഒരു യൂട്യൂബർ, ഒരു വ്ളോഗർ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരാള്, അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ വന്നു ആ ഐലൻഡിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. ഈ വർഷം ഈ മാർച്ച് മാസത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഇപ്പോഴും ശരിക്കും എന്താ പറഞ്ഞ ആൻഡമാനിൽ തന്നെ ഉണ്ട്, ജാമ്യത്തിൽ കഴിയുക. അദ്ദേഹത്തോട് ആൻഡമാൻ വിട്ടുപോകരുത് എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്ത് അവിടെ പോർട്ട് ബ്ലെയറിൽ തന്നെ എനിക്ക് തോന്നുന്നു വാടകയ്ക്ക് വീടെടുത്ത് അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ആ വാർത്ത കണ്ടതാണ്. ഗവൺമെന്റ് ഒരു കാരണവശാലും അവിടെ ആരും ചെല്ലുവാൻ സമ്മതിക്കുന്നില്ല. ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള നിയമമാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പം നമ്മൾ ഗവൺമെന്റ് റെഗുലേഷൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പോയാൽ അത് സുവിശേഷ പ്രവർത്തനത്തെ മൊത്തമായിട്ടും അങ്ങനെ. ഇപ്പം ആളുകൾ പറയുന്നത് അമേരിക്കക്കാർ പൈസ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരിവിടെ പോകുന്നത്, അമേരിക്കക്കാരെ കളിപ്പിക്കാൻ. അങ്ങനെ ഒരു തെറ്റായ ധാരണ ഗവൺമെന്റിനെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഗവൺമെന്റ് നിയമങ്ങളെ ഉടച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഇടയിൽ പോകാനായിട്ട് പറ്റത്തില്ല. ദൈവ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി മധ്യസ്ഥയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാനേ നിവൃത്തിയുള്ളൂ. ഇപ്പോഴത്തെ സമയത്ത് അവിടെ ഒരിക്കലെങ്കിലും സുവിശേഷം കേൾക്കണം എന്നുള്ള ആഗ്രഹമാണ്
ഈ ജോൺ ഷോവിൻ്റെ മരണ വാർത്തയൊക്കെ കേട്ട് ഞങ്ങളുടെ ഒരു യൂത്ത് മീറ്റിങ്ങിന് ഞാൻ ഒത്തിരി കരഞ്ഞു. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ടല്ലോ. നമ്മുടെ അകത്തുള്ളൊരു വെമ്പൽ അതാണ്. യേശു അവർക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വാർത്ത ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ കേൾക്കണം. നമുക്ക് മറ്റൊന്നും ആഗ്രഹമില്ല. നമുക്ക് പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നടന്നാണെങ്കിലും എഴഞ്ഞാണെങ്കിലും, പട്ടാളക്കാർ എഴഞ്ഞല്ലേ യുദ്ധം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ എഴഞ്ഞാണെങ്കിലും പോയി സുവിശേഷം പറയണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഒരു വലിയ വെമ്പൽ. ഇന്ന് രാവിലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ മോർണിംഗ് പ്രയറിന് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്ന ഒരു നിയോഗം, ഒരു വചനമാണ്. എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തെ സ്നേഹിക്കുന്ന കൂട്ടായ്മകൾ ഉണ്ടാകണം. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ചെറിയ സ്ഥലങ്ങളിലും ദൈവത്തെ സ്നേഹിക്കുന്നത് 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ മധ്യമുണ്ടെന്ന്. അത് മതി. വലിയ ചർച്ചകൾ ഉണ്ടാകണ്ട, ഹൗസ് ചർച്ചസ്, അങ്ങനെയുള്ള ചെറിയ ചർച്ചകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സുവിശേഷകരെ എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ഇനി മാനിക്കട്ടെ. വിട്ടുപോയ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ പറയാമില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ പാസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ ഫിന്നി യോഹന്നാൻ അവർക്ക് ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരം എനിക്ക് തന്നുകൊണ്ട്. ഈ കാര്യങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക സ്ഥലങ്ങളിൽ, അനേക ഗ്രാമങ്ങളിൽ ഇനി സുവിശേഷ പ്രവർത്തകർ എത്താനുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഭാരത്തോടെ കടന്നു വരാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. അടിയന് തന്ന അനുഭവങ്ങളെ അല്പമായിട്ടെങ്കിലും ഈ കേൾക്കുന്ന പ്രേക്ഷകരുമായി പങ്കിടുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വചനത്തിൽ പ്രിയപ്പെട്ടു അവരെ വ്യക്തിപരമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ കേൾക്കുമ്പോൾ പാസ്റ്റർക്ക് കോൾ വന്നെന്ന് തോന്നുന്നു. പാസ്റ്ററെ കേൾക്കാമോ? അവിടുന്ന് മ്യൂട്ടായിപ്പോയേ. അവിടുന്ന് മ്യൂട്ടായിപ്പോയി കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്യണം. കോൾ വന്നാന്ന് തോന്നുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്തപ്പാ. പാസ്റ്റർക്ക് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കാരണം ഇടയ്ക്ക് കട്ടായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല അത്. പാസ്റ്റർ പ്രാർത്ഥിച്ച ആ കോൾ വന്നതായിരുന്നു അല്ലേ? സ്റ്റാർട്ടിങ് മുതൽ ഒന്നുകൂടെ അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പൊ അത് റെക്കോർഡിംഗ്. പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. അടിയന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അല്പമായിട്ടെങ്കിലും പ്രിയപ്പെട്ട നിന്റെ മക്കളുമായിട്ട് പങ്കിടുവാൻ തന്ന ഭാഗ്യനായി സ്തോത്രം. ഇതിന് വഴിയൊരുക്കിയ കർത്താവെ, നിന്റെ അഭിഷേക്ത ഫിന്നി യോഹന്നാൻ ദേവദാസിനോട് പ്രാർത്ഥിക്കുന്നു. തന്റെ പ്രവർത്തനങ്ങളെ അനേക കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു വലിയ ഉത്തേജനവും വിടുതലും അനുഗ്രഹമാകുവാൻ അതിന്റെ പ്രവർത്തനം വിശാലപ്പെടുത്തണമേ. അതിനുള്ള ബന്ധം എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കണമേ. ഈ വിഷയങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഭാരതത്തില് സുവിശേഷം എത്താത്ത ഓരോ മുക്കിനും മൂലയിലും കർത്താവിന്റെ വചനം എത്തിക്കുവാനും മുഖാന്തരങ്ങളാക്കി നിന്റെ മക്കളെ നീ ഉപയോഗിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ കർത്താവ് നിർവഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുള്ളൊക്കെയും ദൈവത്തിന്റെ മഹത്വത്തിന് അനുസരിച്ച് തീർത്തു തരുവാം. ദൈവത്തിന് വാഗ്ദത്തമാകിയാൽ ഞങ്ങൾ ഓരോ ദിവസവും അത് കർത്താവിനെ പ്രാപിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. നന്ദി പാസ്റ്ററെ. ഇത്ര സമയങ്ങൾ ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോടുമുള്ള നന്ദി പറയുകയാണ്. കർത്താവ് എല്ലാവരും ധാരാളം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. Thank you for watching. God bless you all.